നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. സന്തോഷം കൊണ്ട് പറയണമെന്ന് വിചാരിച്ചാൽ മതി. മലയാള സിനിമാ രംഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ ചലനം സംഭവിച്ചാൽ അന്ന് എനിക്ക് കിടക്കപ്പുറതി ഇല്ല എന്നുള്ളതാണ്. സാറേ അറിഞ്ഞില്ലേ? എൻ്റെ വിഷയം അറിഞ്ഞില്ലേ? ദിനേശ് ചേട്ടാ, ഇതിനെക്കുറിച്ചൊരു സ്റ്റോറി എന്ന് ചെയ്യും? ഇങ്ങനെ ഓരോന്നും ചോദിച്ചോണ്ടിരിക്കും. ഒരാൾ മരിച്ചു എന്ന് വെച്ചോളൂ. ചേട്ടാ, അപ്പോൾ ജയവിജയന്മാരിലെ ജയൻ മരിച്ചു, ജയൻ സാറിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യുന്നില്ലേ? അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു അലസനൊന്നുമല്ല. ദിവസവും ഒരു 10-14 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളാണ്. അത് എഴുതുന്നതായാലും ശരി, അടുത്തൊരു കഥ ഉണ്ടാക്കാനുള്ളത് വായിക്കുന്നതായാലും ശരി, ഉണ്ടാക്കിയ കഥയ്ക്കുള്ള ഫോട്ടോകൾ തപ്പുന്നതായാലും ശരി, എല്ലാം ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യണേ. ഒരു മടുപ്പുമില്ല എനിക്ക്. 10-14 മണിക്കൂർ ഇരുന്ന് ഞാനത് ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത് ചെയ്യാനുള്ള സ്റ്റോറികൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പോയി നമ്മൾ ആദ്യമായിട്ട് ചെയ്താൽ അതൊരു 1,00,000 പേര് കണ്ടാലോ എന്ന് വിചാരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല. സിനിമാ രംഗത്ത് എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ പെട്ടെന്ന് ഇപ്പം തന്നെ ലൈവായിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്ന് സ്റ്റുഡിയോ വന്നിരുന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ചെയ്യാം. എന്നെ കിട്ടില്ല. എനിക്കത് പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാരോട് സംസാരിക്കണം, എന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ മാളുകളിൽ PVR മാളുകളിൽ പെട്ടെന്ന് ആടുജീവിതം അടക്കം സിനിമ പിടിച്ചു നിർത്തിയല്ലോ. പിടിച്ചു നിർത്തി ഒരു ഷോ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ എത്ര പേരെന്നറിയോ വാട്സാപ്പിലൂടെ മെസ്സേജും ഫോണിലൂടെ വിളിച്ചും, അല്ല ആ PVR കാണിച്ച ചരിത്രത്തെക്കുറിച്ച് ചെയ്യുന്നില്ലേ? ഞാൻ പറഞ്ഞ അവരെന്താണ് ചെയ്തതെന്ന് എനിക്ക് അറിയണ്ടേ, ഞാനൊന്ന് പഠിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് PVRൽ സിനിമകൾ പെട്ടെന്ന് ആരോടും പറയാതെ പിടിച്ചു നിർത്തി? നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ പ്രവർത്തകരായ ആൾക്കാരെ വിളിച്ച് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഞാൻ ഫെഫ്കയിലില്ലെങ്കിലും ഫെഫ്കയിലുള്ള ചിലരെ വിളിച്ച് സംസാരിക്കുന്നു. ഇങ്ങനെ പലരുമായി സംസാരിച്ച ശേഷമാണ് ഞാനൊരു സബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ വിശദമായി നമുക്ക് ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത്. ഇന്ന് ഉണ്ണി ആറന്മുള, ജയവിജയന്മാരിൽ ജയൻ, പിന്നെ കളിയാട്ടത്തിൻ്റെ തിരക്കഥ എഴുതിയ ബൽറാം, 3 പേര് മരിച്ചതിനെക്കുറിച്ചാണ് ഇന്ന് ഞായറാഴ്ച ഇന്നത്തെ എയറിൽ പോയ പ്രോഗ്രാം. അതിൻ്റെ താഴെയും എനിക്കൊരുപാട് പേര് എന്നെ വിളിച്ചിട്ട്, ചേട്ടാ എന്ത് പണിയാണ് കാണിക്കുന്നത്, ഭയങ്കര നീണ്ടുപോയി ചേട്ടാ, ആ 3 പേരെ എന്തുകൊണ്ടാണ് ചേട്ടാ 3 എപ്പിസോഡായിട്ട് ചെയ്യാത്തത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ചാനൽ കാണുന്നവരെ പറ്റിക്കാൻ ഏറ്റവും നല്ല എളുപ്പം എന്താണെന്ന് വെച്ചാൽ അത് 3 എപ്പിസോഡായിട്ട് ചെയ്യണം. ബൽറാം, കളിയാട്ടം ചെയ്ത ബൽറാമിനെ കുറിച്ചൊരു എപ്പിസോഡ്, ജയവിജയന്മാരിലെ ജയൻ സാറിനെ കുറിച്ചൊരു എപ്പിസോഡ്, ഹതഭാഗ്യനായ ഉണ്ണി ആറന്മുളയെക്കുറിച്ചൊരു എപ്പിസോഡ്. 3 എപ്പിസോഡ് ചെയ്താണ് എനിക്ക് ലാഭം. എനിക്ക് പൈസ കിട്ടാൻ അതാണ് ലാഭം. കാരണം 8 മിനിറ്റ് മുതൽ അങ്ങോട്ട് എത്ര ലെങ്ത് ഉണ്ടെങ്കിലും നമുക്ക് പൈസ കിട്ടും. അപ്പോൾ നമ്മൾ 3 എപ്പിസോഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റവും കുറഞ്ഞത് ഓരോ എപ്പിസോഡും 10,000 പേര് വെച്ച് കണ്ടാൽ എനിക്കതിൻ്റെ സാമ്പത്തിക ഗുണം കിട്ടും. പക്ഷേ ഞാൻ അതിന് തയ്യാറല്ല. ഒരാഴ്ച മരിച്ച 3 പേരെക്കുറിച്ചും ഒന്നിച്ചൊരു എപ്പിസോഡിൽ മതി എന്ന് തീരുമാനിച്ചതാണ്. കാണുന്നത് നിങ്ങൾ 3 പ്രാവശ്യമായിട്ട് കണ്ടാൽ മതി എന്നേ. ഇതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അല്ലാതെ എനിക്ക് പൈസ എന്നുള്ള ഒരു ചിന്ത ജീവിതത്തിലില്ല, ഈ ചാനൽ തുടങ്ങിയപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് PVRൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പെട്ടെന്ന് അടിയന്തരമായി ചെയ്യാതെ അതിൻ്റെ വരായികളും അതിൻ്റെ പ്രശ്നങ്ങളും എന്താണ് അതിൽ സംഭവിച്ചതെന്നും എല്ലാം പഠിച്ചിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് വൈകിയത്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് മാളുകളിൽ പെട്ടെന്ന് മലയാള സിനിമ പിടിച്ചു നിർത്തി വിഷു ചിത്രങ്ങൾ വരുന്നു എന്നറിയുമ്പോൾ, ആടുജീവിതം പോലൊരു സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എന്താ പറയുക ടെലികാസ്റ്റ് ഫീസ് ഒരാഴ്ചത്തേക്ക് മുൻകൂർ അടച്ചിരിക്കുമ്പോൾ ബ്ലസ്സി ഉണ്ണികൃഷ്ണനുമായിട്ട് നടത്തിയ ഒരു ചർച്ചയിൽ പറയുന്നുണ്ട്, ഞാൻ പൈസ അടച്ച എന്നോട് പോലും മര്യാദ കാണിക്കാതെ ഒരു സിനിമ പിടിച്ചു നിർത്തി. തെമ്മാടിത്തരമല്ലേ മാളുകൾ ചെയ്യുന്നത്? അങ്ങനെ ചെയ്തെങ്കിൽ എന്തായാലും ആ പ്രശ്നം പരിഹരിക്കാനായി എന്നുള്ളതാണ് എനിക്ക് കൗതുകം തോന്നിയത്. ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാൻ പ്രധാന കാരണം യൂസഫ് അലി ബായ് എന്ന് വേണമെങ്കിൽ അദ്ദേഹം പറയുന്നു, എന്നെ യൂസഫ് അലി ബായ് എന്ന് വിളിച്ചോളൂ. ബായ് എന്ന് പറഞ്ഞാൽ ബായ്, നമ്മൾ സഹോദരന്മാരായില്ലേ, നിങ്ങൾ എന്നെ സാറേ എന്ന് വിളിക്കേണ്ടെന്ന് അദ്ദേഹം ഏതൊരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം ഇടപെട്ട് ഒരു ഫോൺ കോളിൽ ആ സമരം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. തിയേറ്റർ തുറക്കൂ, ബാക്കി പിന്നെ സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞെടുത്ത് പ്രശ്നം തീർന്നു. എന്തായാലും ഈ PVR ഗ്രൂപ്പുകാർ ചെയ്തത് തെമ്മാടിത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ അവരോട് നമുക്ക് തൊട്ട് കളിക്കാൻ പറ്റില്ല, കാരണം ഒരു വിദേശ കമ്പനിയാണ്. അപ്പോൾ എന്ത് പറ്റുന്നല്ല, ഹാരി പോട്ടർ എന്ന് പറഞ്ഞ സിനിമ ഇന്ത്യയിലേ കളിച്ചില്ല. അവർ ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇന്ത്യയിലെ തിയേറ്ററുകാർ അംഗീകരിക്കാതെ പോയപ്പോൾ ഹാരി പോട്ടർ എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ റിലീസ് ചെയ്ത സിനിമ ഇന്ത്യയിൽ കളിച്ചിട്ടില്ലാത്ത ഒരു കമ്പനിയോട് എന്താ പറയുക, ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ മധുര ജില്ലയുടെ വലിപ്പമുള്ള കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ഉടക്കി ജയിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്.
കാരണം അവർ വിചാരിക്കും പുല്ല് കേരളത്തിൽ ഇനി PVRൻ്റെ ഒരു തിയേറ്ററിൽ മലയാളം കളിക്കണ്ട എന്നൊക്കെ അവർ തീരുമാനിച്ചു ഇതിനിടയ്ക്ക് കയറി. പക്ഷേ എല്ലാം പൊളിഞ്ഞു പോയി എന്നുള്ളതാണ്. എന്തായാലും യൂസഫ് അലി സാർ ഇടപെട്ടത് നന്നായി എന്ന് ഞാൻ പറയും. ഒരൊറ്റ ഫോൺ കോളിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാനായില്ലേ. ഞാൻ എന്തായാലും ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം പറഞ്ഞല്ലോ, ആ വിഷയത്തിലെ ഒരു മുഖ്യ കഥാപാത്രം ബി ഉണ്ണികൃഷ്ണനാണ്. ബി ഉണ്ണികൃഷ്ണനെ കുറിച്ച് ഞാനിപ്പോൾ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ ചെയ്തൊരു നല്ല ശക്തമായൊരു ചുവടുവയ്പ് നടത്തി. അതിലാണ് ആ സമരം പൊളിയാൻ ഒരു കാരണം. പക്ഷേ ഞാനിത് ഉണ്ണികൃഷ്ണനെ പോസിറ്റീവായിട്ട് സംസാരിച്ചാൽ ഉണ്ണികൃഷ്ണൻ തന്നെ പലരോടും പറയും, ആ കോടതിയിൽ ഞാൻ അയാൾക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുത്തതുകൊണ്ട് അയാൾ അതിൽ പേടിച്ചിട്ട് പോസിറ്റീവായിട്ട് എന്നെ പറ്റി സംസാരിച്ചു എന്ന് പറയും. കാരണം അങ്ങനെ പറഞ്ഞു പുള്ളി ഇതിനിടയ്ക്ക് 2-3 പേരോട്. ഞാൻ ഏതോ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണനെ കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിച്ചു. ആ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ എന്നെ പേരിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. ഈ തൂർത്തുവപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻ ചില സിനിമാ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞാൻ കേസ് കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്നെപ്പറ്റി നല്ലത് പറഞ്ഞു. വെരി സോറി ഉണ്ണികൃഷ്ണൻ എന്നല്ല, മലയാള സിനിമയിൽ ആരോ ആവട്ടെ, A or B, ആര് നല്ലത് ചെയ്താലും ദിനേശ് ഈ ചാനലിലൂടെ നല്ലതെന്ന് പറയും. ഇനി ദൈവം തമ്പുരാനായാലും ചെറ്റത്തരം കാണിച്ചാൽ അത് ചെറ്റത്തരം എന്ന് തന്നെ പറയും. ഉണ്ണികൃഷ്ണനെ വേദനിപ്പിച്ചത് എനിക്കറിയാം. ആറാട്ടിനെ പറ്റിയൊക്കെ ഞാൻ ഏതോ ചാനലിലേക്കൊക്കെ കൊടുത്ത അഭിമുഖമൊക്കെ ആയിരിക്കാം. എന്തായാലും മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, പ്രോപ്പർ വേയിലും അല്ല. കേസ് ഫയൽ ചെയ്ത് 2 തവണ കോടതി വിളിക്കുമ്പോഴും ആ 2 തവണ എന്നെ അറിയിക്കാതെ, എങ്ങനെയോ കളിച്ച് എന്നെ അറിയിക്കാതെ വച്ചിട്ട് മൂന്നാമത്തത് എന്നെ അറിയിക്കുന്നു. ഇന്ന് രാവിലെ എനിക്ക് കോടതിയിൽ നിന്ന് ഹാജരാവണമെന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഇന്ന് 11 മണിക്ക് എറണാകുളത്ത് ഹാജരാവാൻ പറ്റില്ലല്ലോ എനിക്ക്. യൂസഫ് അലി സാറിൻ്റെ കയ്യിലേ പറ്റുള്ളൂ ഹെലികോപ്റ്ററിൽ പോകാൻ. ഞാൻ പോയില്ല. അപ്പോൾ എന്ത് പറ്റുമെന്നിട്ടാൽ തേർഡ് പാർട്ടി എന്തോ വിധിക്കുന്ന പോലെ ഉണ്ണികൃഷ്ണനെ വിളിച്ച് കോടതിക്കകത്ത് അയാൾക്ക് പറയാനുള്ള വേർഷനൊക്കെ കേട്ട ശേഷം അയാൾക്ക് അനുകൂലമായി എന്തോ കോടതി വിധിക്കാനൊക്കെ തീരുമാനിച്ചു വെച്ചു. കോടതി എന്ത് തീരുമാനിച്ചാൽ എന്ത് അവസാനമായിട്ട് കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊരിക്കലും ജീവിതത്തിൽ കൊടുക്കാൻ പറ്റാത്ത 5 ലക്ഷമോ 10 ലക്ഷമോ മാനനഷ്ട കേസിന് ഉണ്ണികൃഷ്ണന് മാനം പോയതുകൊണ്ട് കൊടുക്കണമെന്ന് പറയാം. ഇല്ലെങ്കിൽ എന്താ പറയുക, ജാമ്യമില്ല വകുപ്പിട്ട് തന്നെ അകത്താക്കൊന്നുമില്ല, എന്നാലും പിടിച്ചു വേണമെങ്കിൽ അകത്തിടാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ണികൃഷ്ണൻ അതുകൊണ്ടൊരു സംതൃപ്തി കിട്ടണമെങ്കിൽ കിട്ടട്ടെ. എന്നെ വേദനിപ്പിച്ചത് ഉണ്ണികൃഷ്ണനേക്കാൾ കൂടുതൽ ഉണ്ണികൃഷ്ണന് വേണ്ടി എന്താ പറയുക കേസ് വാദിക്കുന്ന സിയാദ് എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്. ഉണ്ണികൃഷ്ണൻ 3 വെള്ളിയാഴ്ച ആയുള്ളൂ ഫെഫ്കയിൽ വന്നിട്ട്. പക്ഷേ മാറ്റ ഉണ്ടായ കാലം മുതൽ മാറ്റയ്ക്ക് വേണ്ടി കേസ് വാദിക്കുന്ന സിയാദ് ഞാൻ കരുതിയിരുന്നത് എൻ്റെ വളരെ അടുത്ത ആത്മാർത്ഥമുള്ള സുഹൃത്തെന്നാണ് ഞാൻ കരുതിയിരുന്നത്. സിയാദ് എന്നോട് ഈ കളിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ്റെ പേരിൽ എനിക്കൊരു മാനനഷ്ട കേസ് വന്നപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് സിയാദിനെയാണ്. സിയാദ് ഇങ്ങനൊരു പരാതി വന്നിരിക്കുന്നത് എന്താ? ഒരു പ്രശ്നമില്ല കേട്ടോ, ഉണ്ണിച്ചേട്ടനെ കുറിച്ച് ഇനി മേലിലൊന്നും പറയാതിരുന്നാൽ മതി, ഞാൻ ആ പ്രശ്നം സോൾവ് ചെയ്തോളാമെന്ന് പറഞ്ഞ് എന്നെ കോടതിയിൽ എത്തിക്കാതെ തേർഡ് പാർട്ടി വിധിക്കാനായിട്ട് ഉണ്ണികൃഷ്ണൻ അനുകൂലമായി വിധി വരുത്താനുള്ളൊരു കളി സിയാദ് നടത്തിയതിൽ മാത്രമേ എനിക്ക് വേദനയുള്ളൂ. അപ്പോൾ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഞാൻ പഠിച്ചു. സിയാദെ, നിങ്ങളെങ്ങനെ എന്നോടൊരു ചതി കാണിച്ചതിൽ അത് സാരമില്ല. ഞാനും ഇപ്പോൾ എറണാകുളത്തൊരു വക്കീലിനെ വെച്ചല്ലോ, നമുക്ക് നോക്കാം. ഞാൻ ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ താഴത്തെ കോടതി എനിക്കെതിരെ വിധിച്ചാൽ പോലും ഞാൻ ഹൈക്കോടതി പോകുമ്പോൾ സംഗീത ലക്ഷ്മണനെ പോലെ ഒരാളെ വെച്ച് വേണം എനിക്ക് കോടതിയിൽ വാദിക്കാൻ. കാരണം ചില ചോദ്യങ്ങൾ കോടതിയിൽ പരസ്യമായി ചോദിക്കണമെങ്കിൽ സംഗീത മോഹനെ പോലെ ഒരാളാണ് നല്ലത്. ഞാൻ അവരെ വച്ച് ഈ കേസ് വിറ്റ് പൈസ എടുക്കാനില്ലെങ്കിലും 10 സുഹൃത്തുക്കളിൽ നിന്നെങ്കിലും പൈസ വാങ്ങിച്ച് സംഗീത മോഹന് കൊടുത്ത്, സംഗീത മോഹനല്ല കേട്ടോ, അത് നമ്മളെ നടിയാണ് ഇവിടെ തിരുവനന്തപുരത്തെ, സംഗീത ലക്ഷ്മണന് കൊടുത്തിട്ട് ഞാൻ ഈ കേസ് ഹൈക്കോടതി വരണമെന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്ക് കുറേ ചോദ്യങ്ങൾ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ കോടതിയിൽ വരുമ്പോൾ എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ഞാൻ ഹൈക്കോടതിയിൽ വരട്ടെ, ഞാൻ ചോദിക്കാം. ഏതറ്റം വരെ വേണമെങ്കിലും ഉണ്ണികൃഷ്ണൻ കേസുമായിട്ട് പോട്ടെ, അതൊന്നുമല്ല പ്രശ്നം. എനിക്ക് പേടിയുള്ളതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണനെ ഞാൻ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതെന്ന് ദേവി ചെയ്ത് ഉണ്ണികൃഷ്ണനെങ്കിലും തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. ദിനേശൻ ആൾ വേറെയാണ്, കാരണം തന്ത വേറെയല്ലേ എൻ്റെ. അങ്ങനെ പേടിക്കുന്ന ഒരാളല്ല ശ്രീ ഉണ്ണികൃഷ്ണൻ. എന്തായാലും ഇപ്പോൾ ഈ PVR മാളുകളിൽ നടന്ന ഇഷ്യൂവിൽ പറയാമോ എന്ന് പോലും എനിക്കറിയില്ല. PVRൻ്റെ പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള ഇഷ്യൂവിൽ തിയേറ്ററിൽ അടച്ചിടുന്ന ഒരു സമരത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ അതിൽ ഇടപെട്ടത് ശരിയായില്ല എന്നുകൊണ്ട് ഫെഫ്കയിലെ 4-5 പേരെന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ദിനേശേ നിങ്ങൾക്ക് ഞങ്ങളൊരു സബ്ജക്റ്റ് തരാം. ഞാനെന്താ അല്ല, ഈ ബി ഉണ്ണികൃഷ്ണനെ ഒരു ഏകാധിപതി എന്ന് നിങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ,
അയാൾ ഞങ്ങളോട് ആരോടും ആലോചിക്കാതെ വിളിക്കാത്തടത്ത് ചെന്ന് സദ്യ ഉണ്ടതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിൽ ചെന്ന് സറണ്ടറായിരിക്കുന്നു. എന്നിട്ട് അയാൾ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി അയാൾ PVRനെതിരെ ലുലുവിൽ സമരം നടത്തുമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അറിഞ്ഞില്ലേ? ഒരു സ്റ്റോറി ചെയ്ത് ദിനേശ്. അവൻ ചെയ്യില്ല. എന്താ, ഉണ്ണികൃഷ്ണൻ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. അപ്പോൾ ഒരു സിനിമ എടുക്കുന്ന ആൾക്കാർക്ക് ദ്രോഹം വരുന്ന രീതിയിൽ ഒരു ഉത്തരേന്ത്യൻ മാളുകാരൻ തെമ്മാടിത്തരം കാണിക്കുകയാണെങ്കിൽ അതിനെതിരെ പോരാടേണ്ട ആൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ്റെ ഒരു വിശാലമായ മനസ്സുകൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിൽ കയറി ഞാനും ഉണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞത്. അല്ല, അത് ഫെഫ്കയുടെ തലയിൽ വയ്ക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങളുടെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ 3-4 സംഘടനകൾ ഉണ്ണികൃഷ്ണൻ്റെ നിലപാടിനെതിരെ നിൽക്കുകയാണ്. നിങ്ങളൊരു സ്റ്റോറി ആക്കൂ. ഒരു സംഘടനാ നേതാവാണ് എൻ്റെ പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ അതിന് ദിനേശിനെ കിട്ടില്ല. നിങ്ങൾ എറണാകുളത്തുള്ള ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുക. കാരണം തെറ്റ് ആര് ചെയ്താലും തെറ്റ്, ശരി ആര് ചെയ്താലും ശരി. ആ പക്ഷക്കാരനാണ് ദിനേശ്. അതിൽ വരുന്ന നഷ്ടം ലാഭം ഒന്നും നോക്കാറില്ല. ഉണ്ണികൃഷ്ണൻ എടുത്ത നിലപാടിനോട് എനിക്ക് ഒരു സിനിമ കൊണ്ട് 10-40 വർഷം ജീവിച്ച ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഉണ്ണികൃഷ്ണൻ എടുത്ത നിലപാടിനെ ശരിയെന്നേ പറയൂ. അത് ഉണ്ണികൃഷ്ണൻ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നതെന്ന് ഊരാൻ വേണ്ടിയാണെന്ന് മാത്രം ദയവ് ചെയ്ത് ഉണ്ണികൃഷ്ണൻ പറയരുത്. അങ്ങനെ ഊരിപ്പോകുന്ന ആളല്ല ഉണ്ണികൃഷ്ണൻ. ഞാൻ നിങ്ങൾക്ക് ഊരിപ്പോകാൻ വേണ്ടി എന്നെ കുരുതി കൊടുത്തവനാണ് നിങ്ങൾ. ദിനേശ് ചെയ്യില്ല. ദിനേശ് അങ്ങനെ ഒരാളെയും കുരുതിയും കൊടുക്കില്ല. ഒരാളിനെ ഊരിപ്പോകാൻ വേണ്ടി പോക്കൃത്തനം കാണിക്കുകയില്ല. ശരി ചെയ്തവനെ ശരിയെന്ന് തന്നെ പറയും, തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ പറയും. അല്ലാതെ ഉണ്ണികൃഷ്ണൻ്റെ ഭീഷണി കൊണ്ട് ഉണ്ണികൃഷ്ണനെ നല്ലവനാണെന്ന് വെള്ളപൂശയാണെന്ന് ദയവ് ചെയ്ത് ഉണ്ണികൃഷ്ണനെങ്കിലും ധരിക്കരുത്. എനിക്കിവിടെ പറയാനുള്ളത്, PVR എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ ഉണ്ടെന്നാണ് പറയണേ. അവർ വലിയ കുത്തക മുതലാളിയാണ്. ഈ കുത്തക മുതലാളിമാരെ പറ്റി പറയുമ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനും കൂടി ആയതുകൊണ്ട് എനിക്ക് കുത്തക മുതലാളിമാരോട് അരിശമുള്ള ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ മാളുകളിൽ PVR അവരുടെ തിയേറ്ററുകൾ തുടങ്ങിയിരിക്കുന്നു. അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ സംസാരിക്കാൻ ഒരാളുമില്ല എന്ന് മാത്രമല്ല, ഞാനൊരു 50 കോടി രൂപ മുടക്കി, അല്ലെങ്കിൽ ഇപ്പം ആടുജീവിതം എടുത്ത നമ്മുടെ ബ്ലെസ്സിക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അവിടെ ടിക്കറ്റ് കയറാൻ നിൽക്കുന്നുണ്ട് സംസാരിക്കാൻ പറ്റും. ഈ മോളിലുള്ള ഒരാളും സംസാരിക്കില്ല, ഒരു എഗ്രിമെൻറ്റും ഇല്ല, വേണേയും കൊണ്ട് കളിച്ചിട്ട് പോടോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ PVRന്. യൂസഫ് അലി സാർ ഇത് അറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് സാറ് PVRന് ഈ തിയേറ്ററിൽ വിട്ടുകൊടുത്തതെന്നാണ് ആലോചിക്കുന്നത്. സാറിന് ലുലു ഗ്രൂപ്പിന് തന്നെ അങ്ങനെ ഒരു തിയേറ്റർ ശൃംഖലയുടെ ചുമതല നടത്തിക്കൂടെ? ഭയങ്കര ലാഭം ഉണ്ടാക്കാവുന്ന ബിസിനസ്സല്ലേ, മാന്യമായ ബിസിനസ്സല്ലേ? താങ്കൾ ഈ PVRനൊന്നും അത് കൊടുക്കരുതായിരുന്നു. താങ്കൾ തന്നെ താങ്കളുടെ മാളുകളുടെ തിയേറ്ററുകളുടെ ചുമതല ലുലു ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേക വിങ് ഉണ്ടാക്കിയാൽ പോരെ? ഇനിയെങ്കിലും സാർ അങ്ങനെ ചിന്തിക്കണമെന്നാണ് എനിക്ക് യൂസഫ് അലി സാറിനോട് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം 50 കോടി 100 കോടി എടുത്തുകൊണ്ട് വരുന്ന നിർമ്മാതാവിനോട് അല്ലെങ്കിൽ അതിൻ്റെ വിതരണക്കാരനോട് സംസാരിക്കാൻ പോലും ഞങ്ങൾ എഗ്രിമെൻ്റ് വെക്കാൻ തയ്യാറല്ല. നിനക്കൊക്കെ വേണമെങ്കിൽ ഞങ്ങളുടെ ഓശാരത്തിന് വന്ന് ഇവിടെ കളിച്ചിട്ട് നിൻ്റെയൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു 10-50 ലക്ഷം കിട്ടുകയാണെങ്കിൽ പെലവിളിക്ക് എടുക്കും പോലെ ഞങ്ങൾ അതിൽ നിന്ന് ഒരു 30 ലക്ഷം എടുക്കും, 20 ലക്ഷം പിച്ചക്കാരനെ പോലെ തരാം എന്ന് പറയുന്ന ഒരു നിലപാടെടുക്കുന്ന ഒരു കുത്തക മുതലാളിക്ക് കേരളത്തിലെ തിയേറ്ററുകളെങ്കിലും അടിയറ വയ്ക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. എന്തായാലും യൂസഫ് അലി ബായ് എന്ന് വിളിക്കുന്ന ഞാൻ സഹോദര തുല്യം കാണുന്നു. സത്യം, ഗാന്ധി ഭവനിൽ എന്താ പറയുക, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആളുകൾക്ക് താമസിക്കാൻ ഇടമില്ല, കുത്തി ഞെരുങ്ങിയൊക്കെ താമസിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടുപോയിട്ട് അന്ന് രാത്രി എന്താ പറയുക, കണ്ണീര് പറ്റിയ അമ്മമാരുടെ കണ്ണുകൾ കണ്ട കാഴ്ചകൾ കണ്ട യൂസഫ് അലി സാർ രാത്രി ഉറങ്ങാതെ ഞെരിവിരി കൊണ്ട് കിടക്കുമ്പോൾ ഇദ്ദേഹമൊക്കെ ആരാ പറയും പോലെ സ്വിച്ച് ഇട്ടോ പോലെ ഉറങ്ങാവുന്ന ആളല്ലേ, എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ഉറങ്ങുന്നില്ല എന്നിടപ്പോൾ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചു, എന്താ ഇന്നലെ ഉറങ്ങാത്തത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആ ദയനീയ മുഖങ്ങൾ, ഞാൻ കണ്ട അമ്മമാരുടെ മുഖങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, പത്രാപുരത്ത് ഗാന്ധി ഭവനിൽ കണ്ടത് എന്ന് പറഞ്ഞ ആ വേദന ആലോചിച്ചു. ഇത്രയും എന്താ പറയുക, ധനാഢ്യനായ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ യൂസഫ് അലി സാറിന് ഒരു രാത്രി ഉറങ്ങാൻ പറ്റിയില്ല ഗാന്ധി ഭവനിലെ മുഖങ്ങൾ കണ്ടപ്പോൾ. അദ്ദേഹം അപ്പം തന്നെ ഗാന്ധി ഭവൻ്റെ എല്ലാമായ സോമരായ സാറിനെ വിളിക്കുകയും ഞാൻ ഇന്നലെ അവിടെ സംസാരിച്ച കാര്യങ്ങൾ വീണ്ടും അവരുമ്മിൽ ചർച്ച ചെയ്യുകയും, നിങ്ങൾക്കവിടെ ആൾക്കാർക്ക് താമസിക്കാനുള്ള ഒരു കെട്ടിടം കെട്ടണമെങ്കിൽ എത്ര രൂപ ചിലവാകും എന്ന് ചോദിച്ചപ്പോൾ അത് നല്ല തുകയാവും, ഞാനൊരു 5 കോടി രൂപ തന്നാൽ അങ്ങനെ ഒരു കെട്ടിടം കെട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനെറ്റാണെങ്കിൽ ചാടി വീണാണ്, ഞെട്ടിപ്പോയാൽ 5 കോടി എന്ന് കേൾക്കുമ്പോഴേ. പക്ഷേ സോമരായ സാറിന് ദൈവഭാഗ്യമുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞു 5 കോടി രൂപ കൊണ്ട് കെട്ടാൻ പറ്റും, പക്ഷേ താങ്കൾ ആ കാശ് എൻ്റെ തരണ്ട, കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്,
ഞാൻ അതിൽ നിന്നൊക്കെ കുറേ കാശെടുത്ത് ഡൈവേർട്ട് ചെയ്ത് പോയാൽ ആ കെട്ടിടപ്പണി ചിലപ്പം മുടങ്ങാം. താങ്കൾ തന്നെ ചെയ്തു തന്നത്. അപ്പോൾ യൂസഫ് അലി സാറിൻ്റെ ഏറെക്കുറെ ഇപ്പം ടാറ്റ പോലെയാണല്ലോ, എല്ലാം ചെയ്യാനുള്ള ക്രൂ ഉണ്ടല്ലോ കയ്യിൽ. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട എഞ്ചിനീയറെ വിളിക്കുന്നു, സ്ഥലം പോയി കാണാൻ പറയുന്നു, ഒരു കെട്ടിടം കെട്ടിക്കൊടുക്കാൻ പറയുന്നു, എന്തൊക്കെ വേണമെന്നുള്ളത് അദ്ദേഹം തന്നെ നിശ്ചയിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ ആ വലിയ പുണ്യാത്മാവ് 16 കോടി രൂപ മുടക്കി അമ്മമാർക്ക് താമസിക്കാനൊരു കെട്ടിടം കെട്ടിക്കൊടുത്തു. ഞാൻ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയ ആളാണ്. കാരണം ഒരു രാഷ്ട്രീയക്കാരനെയും വിളിക്കരുത്, വെളിയിൽ നിന്ന് ഒരാളും വേണ്ട, നമ്മളകത്തുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് 3 മതസ്ഥരായ അമ്മമാരെ കൊണ്ട് നിലവിളക്ക് കൊളുത്തിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. 16 കോടി രൂപ മുടക്കിയ ഒരാളെന്നുള്ള നിലയ്ക്ക് 16 കോടിയുടെ പബ്ലിസിറ്റി കിട്ടാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രപതിയെ കൊണ്ടുവരാം, ഇല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ടുവരാം, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ കൊണ്ടുവരാം, ഇല്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ടാണെങ്കിൽ നല്ല ബന്ധമുള്ള ഒരു സാഹോദര്യ ബന്ധമുള്ള ആളാണ് പിണറായിയുമായിട്ട്. പിണറായിയെ കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആരിഫണ്ണനെ വിളിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്യാം. പക്ഷെ ആരെയും ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞു നമ്മുടെ അമ്മമാർ വിളക്ക് കൊളുത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ ആ പുണ്യ ചടങ്ങിന് പങ്കെടുക്കാൻ കഴിഞ്ഞ ജന്മം എന്തോ ഒരു പുണ്യം ചെയ്തുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ആളാണ് ഞാൻ. അങ്ങനെയാണല്ലോ ഞാൻ യൂസഫ് അലി സാറിനെ പരിചയപ്പെടുന്നത്. ആ നേരം മുതൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നു, ആ റബ്ബർ മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഒലഞ്ഞ് ഞാൻ ആ കെട്ടിടത്തിൻ്റെ മേളിൽ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒന്ന് ഞാനും ഉണ്ട്, എനിക്ക് മാത്രം ഇട്ടാൽ മതിയല്ലോ. ഇന്ന് പത്തനാപുരം ഗാന്ധി ഭവനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ക്രിസ്മസ് ദിനമായിരുന്നു. ശരിക്കും ഗാന്ധി ഭവന്റെ ക്രിസ്മസ് വളരെ അനുഗ്രഹീതവും വളരെ പുണ്യകരവുമായ ഒരു ദിനമായി മാറി. വിശ്വപൗരൻ, ആഗോള വ്യവസായിയും ആഗോള ജീവകാരുണ്യ പ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള പ്രിയങ്കരനായ പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാറ് വീണ്ടും ഗാന്ധി ഭവനിലെത്തിയ ഒരു സുദിനമാണ്. ഇന്ന് അദ്ദേഹം ഗാന്ധി ഭവനിലെത്തിയത് ഗാന്ധി ഭവനിലെ പുരുഷ വയോജനങ്ങൾക്കായി, അതായത് അച്ഛന്മാർക്കായി അദ്ദേഹം പുതുതായി നിർമ്മിച്ചു നൽകുന്ന അതിമനോഹരമായ ഒരു ബഹുനില മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് യൂസഫ് അലി സാർ ഗാന്ധി ഭവനിലെത്തിയത്. അദ്ദേഹം ഇന്ന് ശിലാസ്ഥാപനം നടത്തിയ സ്ഥലമാണിത്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വേണ്ടി യൂസഫ് അലി സാറ് വീണ്ടും ഒരു മഹാമന്ദിരം, മണിമന്ദിരം, ഒരു മാളിക ചെയ്തു തരികയാണ്. നമ്മുടെ അമ്മമാർ സുഖിക്കുന്ന സന്തോഷം കണ്ടിട്ട് അച്ഛന്മാരെ അസൂയയിലായിരിക്കുമ്പോഴാണ് സാറ് നമുക്ക് ഇങ്ങനൊരു വാഗ്ദാനം വെച്ചത്. അത് 15 കോടിയുടെ കെട്ടിടമാണെങ്കിൽ ഇത് 20 കോടിയുടെയാണ്. ഇതിനകത്ത് ഒത്തിരി സൗകര്യങ്ങൾ സാറ് വിഭാവന ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം ചെയ്യാവുന്നത് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ തിരുനാമത്തിലാണ് സാറ് ഈ ശില ഇവിടെ സ്ഥാപിച്ചത്. ഗാന്ധി ഭവനിലെ അമ്മമാർക്ക് സർവ്വവിധ സുഖസൗകര്യങ്ങളോടും കൂടി കഴിയുവാൻ വേണ്ടി ഒരു ബഹുനില മന്ദിരം, മനോഹരമായ ഒരു മന്ദിരം യൂസഫ് അലി സാറ് നിർമ്മിച്ചു തന്നിട്ട് 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ആ മന്ദിരമാണ് ഈ കാണുന്നത്. ആഗസ്റ്റ് മാസത്തിലാണ് ആദ്യമായി ഡോക്ടർ എം എ യൂസഫ് അലി സാർ ഗാന്ധി ഭവനിലെത്തുന്നത്. അന്ന് ഗാന്ധി ഭവൻ സന്ദർശിച്ച അദ്ദേഹം അമ്മമാരെയൊക്കെ കണ്ടപ്പോൾ വളരെ ദുഃഖിതനായി. അദ്ദേഹത്തിന് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പിന്നീട് ഇവിടെ നമ്മളോട് പറഞ്ഞത്. ഗാന്ധി ഭവനിലെ അമ്മമാരുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. ഉപേക്ഷിക്കപ്പെടുന്ന അമ്മമാരുടെ അവസ്ഥയോർത്ത് എനിക്ക് ഉറക്കം വന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ സമൂഹത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന ആരോരുമില്ലാത്ത അമ്മമാർക്ക് അവരുടെ അവസാന കാലത്ത് എല്ലാ സന്തോഷവും അനുഭവിച്ച് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മന്ദിരം
ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്കായി നിർമ്മിച്ചു നൽകുവാൻ പ്രചോദനമായത്. ഹെലികോപ്റ്റർ ഇറങ്ങുന്നു. അവിടെ നിന്നൊരു വില കൂടിയ ഏതൊരു കാറിൽ കയറി ഇവിടെ വന്നിറങ്ങി ഇത് ഉദ്ഘാടനം ചെയ്ത് പത്രക്കാരുമായി സംസാരിച്ച് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ ആരോ അല്ലെങ്കിൽ സോമരാജൻ സാറോ ആരോ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞാൻ ചെയ്ത ഗാന്ധിഭവനെ കുറിച്ചുള്ള 2 എപ്പിസോഡിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് എനിക്കും എൻ്റെ മകനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അവസരം തന്ന് കൈ തന്ന് നിങ്ങളെ ശരിയുമായി ജീവിക്കണം, മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കരുതെന്നാണ് എനിക്ക് അദ്ദേഹം തന്ന ഉപദേശം. ഞാൻ ഇതൊക്കെയാണ് ഒരു പുണ്യമായിട്ട് കാണുന്നത്. എനിക്കതുകൊണ്ടാണ് ആരും പേടിയില്ലാത്തത്. കാരണം ജീവിതത്തിൽ നേരെ വാ നേരെ പോ എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അതിൽ വരുന്ന വരായികൾ ഞാൻ ചിന്തിക്കാറില്ല. എന്നോട് യൂസഫ് അലി എന്ന് പറയുന്ന ദൈവതുല്യനായ മനുഷ്യൻ പറയുന്നു, നിങ്ങളുടെ ശരി എന്താണോ അതുമായിട്ട് മുമ്പോട്ട് പോകൂ, ജീവിക്കൂ, മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് താങ്കൾ കേൾക്കരുത്. അദ്ദേഹം കേൾക്കില്ല എന്നുള്ളതിന് ഉറപ്പാണല്ലോ. ഇവിടെ ഒരുപാട് പേര് ഹിന്ദുക്കളുടെ മുഴുവൻ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് ഹിന്ദുക്കൾ താമസിക്കുന്ന തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ലുലു മാൾ വരുന്നത്, മുസ്ലിങ്ങൾ പാർക്കുന്നിടത്ത് ലുലു മാൾ വരുന്നില്ല എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ എന്താ വഴിവിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്നവനാണെന്ന് ഒരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത പൂഞ്ഞാറുകാരൻ പറഞ്ഞിട്ട് പോലും അതൊന്നും യേശാതെ പോയി അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ചാനലുകാരൻ എന്തെല്ലാം വിളിച്ചു പറഞ്ഞു ഇല്ലേ. അതൊന്നും ഈ പറയും പോലെ ചന്ദ്രനെ കണ്ട് കുരയ്ക്കുന്ന പട്ടികളെ പോലെ ഒരു വാലിഡിറ്റി ഇല്ലാത്തതാണ് എന്ന് ഞാൻ പറയും. ഞാൻ ഗാന്ധിഭവനിൽ വെച്ച് ആദ്യമായി യൂസഫ് അലി സാറിനെ എന്ന് കണ്ടോ അന്നു മുതൽ എനിക്ക് അദ്ദേഹം ഒരു ദൈവപുത്രനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസുകളുടെ ഫേസ്ബുക്കിലൊക്കെ കയറി അദ്ദേഹത്തിൻ്റെ ഓരോ ചെയ്തികളും അല്ലെങ്കിൽ ഗാന്ധിഭവനിലെ സോമരായ സാറ് അമലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് നമ്മളെ ഈ പ്രോഗ്രാമിലിടുന്ന പല വീഡിയോകളും ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സിന്ധുവിൻ്റെ പറഞ്ഞു, സിന്ധു ഇന്ന് ചെയ്യുന്ന എപ്പിസോഡ് ഞാൻ യൂസഫ് അലി സാറിന് സമർപ്പിക്കുന്നു. ഇതിൽ ₹1 കിട്ടിയില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, കാരണം അങ്ങനെ കോപ്പിറൈറ്റ് അടിക്കുകയാണെങ്കിൽ അവർ പൈസ എടുത്തോട്ടെ, എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ PVR ഗ്രൂപ്പിന് ഇന്ത്യയിൽ ഒട്ടാകെ തിയേറ്ററുകളുണ്ട്. ഒരു വലിയ തിയേറ്റർ ശൃംഖലകളുള്ളവരാണ്. അതിൻ്റെ ഉടമസ്ഥൻ, ഇന്ത്യയിലെ PVR ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അജയ് വിജയ് എന്ന് പറഞ്ഞ ഒരാളാണ്. യൂസഫ് അലി ബായിയുമായി അടുത്ത സുഹൃത്തുക്കളാണ്. അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ ഫോൺ ചെയ്താൽ അപ്പം തന്നെ എടുത്ത് ഞങ്ങൾ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങൾ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുന്നവരാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പോൾ കേരളത്തിലെ മാളുകളിൽ നിന്ന് PVR ഗ്രൂപ്പ് ആരോടും പറയാതെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരുന്ന ആടുജീവിതമടക്കമുള്ള സിനിമകൾ നിർത്തിവെച്ച് വിഷുവിൻ്റെ പടങ്ങൾ കൊണ്ടുവരാതെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ ഒന്ന് മുട്ടുകുത്തിക്കാം എന്ന് അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന സമയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അഷറഫ് അലി ജപ്പാനിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ച് ഈ വിവരം പറഞ്ഞു. പിന്നാലെ ഉണ്ണികൃഷ്ണൻ വിളിച്ചു. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അജയ് വിജയെയും വിളിച്ചു, ഉണ്ണികൃഷ്ണനും വിളിച്ചു, പ്രശ്നം തീർത്തു. നിങ്ങൾ പടം കളിക്കൂ, നാളെ വിഷുവല്ലേ, വിഷുവായിട്ട് മലയാളത്തിലെ വലിയ 2 പടങ്ങൾ വരുന്നു, 2-3 പടങ്ങൾ വരുന്നു, ആ പടങ്ങൾ കളിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അജയ് വിജയ് എന്ന് പറഞ്ഞ PVRൻ്റെ ഉടമസ്ഥൻ അത് സമ്മതിക്കുന്നു. അങ്ങനെ ഭാഗികമായി വേണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ്റെ വിജയമാണെന്ന് പറയാം. അപ്പോൾ അത് പലരും അംഗീകരിച്ചു തരില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇഷ്യൂവിൽ ഉണ്ണികൃഷ്ണൻ വിജയിച്ചു എന്ന് നിങ്ങളെങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കാമായിരിക്കും. വരട്ട് ചോദ്യങ്ങളാണെന്ന് ഞാൻ പറയും. എന്തായാലും ഉണ്ണി മുൻകൈ എടുത്തല്ലോ എന്ന് ഞാൻ പറയും. വേണമെങ്കിൽ ഉണ്ണിക്ക് യൂസഫ് അലി ബായിയെ വിളിക്കാതെ മുഖ്യമന്ത്രിയെ കണ്ട് പിണറായി വിജയനെ നേരിട്ട് കാണാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളല്ല ഉണ്ണികൃഷ്ണൻ. പക്ഷേ അദ്ദേഹം പ്രോപ്പർ വേയിലൂടെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ലുലു മാളുകളിലുള്ള PVR തിയേറ്ററുകളിൽ വിഷു സിനിമകൾ കളിക്കാതിരിക്കുന്നതിനെ താങ്കൾ തടയണം, അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വിദേശത്ത് എവിടെയോ ആയിരുന്നു, എവിടെയാണെന്നുണ്ടോ, കാനഡയിൽ എവിടെയോ വിദേശത്തായിരുന്നു അദ്ദേഹം, UK എവിടെയായിരുന്നു, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഫോൺ കോളിലൂടെ ആ പ്രശ്നം പരിഹരിച്ച് PVRൽ വിഷു ചിത്രങ്ങൾ കളിച്ചു. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ മുഖ്യമന്ത്രിയുമായിട്ടും സംസാരിച്ചു. എന്തു പരിഹാരമുണ്ടായാലും ആടുജീവിതം അടക്കം കളിച്ചുകൊണ്ടിരുന്ന പടങ്ങൾ നിർത്തിവയ്പ്പിച്ചതിൻ്റെ പേരിൽ നഷ്ടപരിഹാര തുക നൽകാതെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഈ അജയ് വിജയുമായിട്ട് ഞാനില്ല എന്ന് ഉണ്ണികൃഷ്ണൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറയുന്നു. തമിഴ്, കന്നഡ, തെലുങ്ക് സംഘടനകളുമായും അദ്ദേഹം സംസാരിച്ചു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എല്ലാവരുമായിട്ട് സംസാരിക്കുമല്ലോ, കാരണം ഐഫക്കിൻ്റെ പ്രവർത്തകനല്ലേ. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം സിനിമാക്കാരുടെ ബോഡിയാണല്ലോ ഐഫക്ക്. അതിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണന് എല്ലാ ഭാഷകളിലും സംസാരിക്കാൻ കഴിയും. അത് ചിലപ്പോൾ ഈ അജയ് വിജയ് എന്ന് പറഞ്ഞ ആളിന് മുതലാളിക്ക് മനസ്സിലാക്കാനില്ല. മുതലാളി വിചാരിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുര ജില്ലയുടെ വലിപ്പമുള്ള ഒരു കൊച്ചു സംസ്ഥാനമല്ലേ, നമുക്ക് പൂട്ടിക്കളയാം,
നമ്മൾ ലോകം മുഴുവൻ കളിക്കുന്നവരല്ലേ, നമുക്കതുകൊണ്ട് പൂട്ടിക്കളയാമെന്ന് വിചാരിച്ച് കാണും. അതൊരു വെറും വ്യാമോഹമാണ്. ഇത് കേരളമാണെന്ന് അജയ് വിജയ് ഓർക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ യൂസഫ് അലി ബായ് എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ പറയുക, ഞാൻ ജനിച്ചു വളർന്ന സംസ്ഥാനമാണ്, നിങ്ങൾക്ക് കേരളത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല, അവിടെ ഉള്ളവന്മാർ ഒരു എല്ല് കൂടുതലുള്ളവരാണെന്ന് യൂസഫ് അലി സാർ പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവന്മാർ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ തെലുങ്കിലും കന്നഡയിലും തമിഴിലും ഒക്കെ ഉള്ള സംഘടനകളെ വിളിച്ച് അതിൻ്റെ നിർമ്മാതാക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും അടുത്ത സമയത്ത് പുഷ്പ എന്ന് പറഞ്ഞ പടം വരുന്നുണ്ട്, അതിൻ്റെ പിറകെ കമൽഹാസൻ്റെ ഇന്ത്യൻ 2 വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമകളൊക്കെ കളിച്ച് പണം വാരാം, മലയാള സിനിമ വേണ്ട എന്നായിരിക്കും അജയ് വിജയ് വിചാരിച്ചത്. പ്രശ്നം പരിഹരിക്കാതെ ഈ പറഞ്ഞത് സിനിമകൾ കളിക്കാൻ സമ്മതിക്കില്ല എന്ന് ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, VPH എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ, അതായത് വെർച്വൽ പ്രിൻ്റ് ഫീ, കൊള്ളയടിച്ചല്ലേ വാങ്ങിക്കുന്നത്. VPF ഈ വർഷത്തോടെ ഇല്ലാതാവും. വിദേശ സിനിമകളാണെങ്കിൽ ഇനി 10 പൈസ ഈ പറയുന്ന VPF നൽകില്ല എന്നും പറയുന്നു. എന്തായാലും വയാക്കോം 18 എന്ന് പറഞ്ഞ പോലുള്ള കമ്പനികളും VPF നൽകില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. കൊള്ളയടി എന്തായാലും ഇന്ത്യൻ സിനിമകളിൽ തിയേറ്ററുകളിൽ അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ അർത്ഥശങ്കയ്ക്കില്ല ഇടയില്ലാതെ പറഞ്ഞത്, ഈ പറയുന്ന പുഷ്പയോ ഇന്ത്യൻ 2 ഒക്കെ കൊണ്ടുവന്ന് ലുലു മാൾ അടക്കമുള്ള മാളുകളിൽ കളിക്കാമെന്നാണ് ഈ അജയ് വിജയ് വിചാരിക്കുന്നതെങ്കിൽ വലിയ സിനിമാക്കാരുടെ വലിയ സമരത്തിന്, അത് ചിലപ്പോൾ മലയാളികൾ മൊത്തം അവരെ കൂടെ നിൽക്കും. ആരെ കൂടെ? ഫെഫ്കയുടെ കൂടെ നിൽക്കും, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കൂടെ നിൽക്കും. കാരണം തെമ്മാടിത്തരം കാണിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉണ്ണികൃഷ്ണൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കണ്ടൻറ് ഉണ്ടാക്കിയത് ക്യൂബ്, UFO മുതലായ അവർക്ക് BPF നൽകിയില്ല എന്നുള്ള ഒറ്റ കാര്യത്തിലാണ്. കണ്ടൻറ് യൂസ് ചെയ്യട്ടെ, ഞങ്ങളുടെ താരിഫിൽ UFOയോ ക്യൂബോ ഒക്കെ കളിക്കട്ടെ എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ന്യായമായും പറയുന്നത്. നിങ്ങളെ പ്രൊജക്ടറൊന്നും മാറ്റണ്ട, ഞങ്ങളുടെ കണ്ടൻറ് വെച്ച് നിങ്ങൾ കളിക്കണ്ട. പക്ഷേ ഞങ്ങളൊരു പടത്തിന് വാങ്ങിക്കുന്ന 5500 രൂപ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ 18000 എന്തോ വാങ്ങുന്ന ആ പരിപാടി നടക്കില്ല. ഒരു തിയേറ്റർ കളിക്കാൻ ഞങ്ങൾ 5500 രൂപയ്ക്ക് കളിക്കുമ്പോൾ നിങ്ങൾ 18500 രൂപ വാങ്ങാൻ കഴിയില്ല. ഞങ്ങൾ വാങ്ങുന്ന 5500 രൂപയ്ക്ക് കളിച്ചോ, ഞങ്ങളുടെ കണ്ടൻറ്റും വേണ്ട, മാസ്റ്ററിങ്ങും വേണ്ട, ഒരു തേങ്ങയും വേണ്ട എന്ന് പറയുമ്പോൾ ന്യായം കേരളത്തിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്താണ്. എറണാകുളം ഫോറം മാളിലും കോഴിക്കോട്ടെ പുതിയ തിയേറ്ററിലും മാത്രമാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതായത് പുതിയ തിയേറ്ററിൽ കെട്ടുമ്പോൾ, ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ന്യൂ ആയാലും പത്മനാഭ ആയാലും ഒരു തിയേറ്ററിലും ഉള്ള പ്രൊജക്ടർ മാറ്റേണ്ട, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഈ കണ്ടൻറ്റ് ഉപയോഗിക്കാനായിട്ട്, ആ മാസ്റ്ററിങ് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ മെനക്കെടണ്ട. പക്ഷേ കേരളത്തിൽ എവിടെയെങ്കിലും ഇനിയൊരു പുതിയ തിയേറ്റർ വരികയാണെങ്കിൽ ആ തിയേറ്ററിൽ ഞങ്ങളുടെ കണ്ടൻറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊജക്ഷൻ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, എറണാകുളത്തും ഒരു മാളിലും കോഴിക്കോട്ടെ ഒരു പുതിയ മാളിലും 2 തിയേറ്ററിൽ പുതിയ പ്രൊജക്ടർ വരുമ്പോൾ അത് എന്താ പറയുക, PVR വയ്ക്കുന്ന പ്രൊജക്ടർ ഞങ്ങളുടെ കണ്ടൻറ്റ് കളിക്കാൻ പറ്റുന്ന, ഞങ്ങളുടെ മാസ്റ്ററിങ് കളിക്കാൻ പറ്റുന്ന മെഷീൻ ആയിരിക്കണമെന്ന് പറഞ്ഞതിനാണ് ഇയാൾ എല്ലാം പിടിച്ച് പൂട്ടിയത്. BPF അടച്ച ആടുജീവിതം, ഒരു ആഴ്ചത്തേക്കുള്ള പൈസ അടച്ച ആടുജീവിതം പോലുള്ള സിനിമ വരെ ഈ പറയുന്ന അജയ് വിജയ് പൂട്ടിക്കളഞ്ഞു. എന്തൊരു മോശം ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആലോചിച്ചൊക്കെ ഇതുപോലുള്ള കുറേ മുതലാളിമാരുണ്ടായിരുന്ന ഈ നാട് എങ്ങനെ രക്ഷപ്പെടും? അയാൾ പിടിച്ച് ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെ പ്രദർശനം നിർത്തിവെച്ചിരിക്കുകയാണ്. PVR നിർത്തി. ഒരു ലെറ്റർ നൽകാനുള്ള സാമാന്യ മര്യാദ പോലും, ഒരു സംഘടനാ മര്യാദ വേണ്ടേ? നടക്കുമോ നടക്കാത്ത ഇരിക്കട്ടെ, പക്ഷേ ഒരു ലെറ്റർ കൊടുക്കാനുള്ള മര്യാദ പോലും കാണിച്ചില്ല. ബിസിനസ് അടക്കം, ബിസിനസ് തർക്കം ഒരു മാളിലുണ്ടായാൽ ഇന്ത്യയിലെ മുഴുവൻ PVRൻ്റെ മാളുകളിലും മലയാള സിനിമ കളിക്കില്ല എന്നാണ് അയാൾ നിലപാടെടുത്തത്. അതെന്ത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മലയാള സിനിമയിൽ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി ഒരു കുഴപ്പം കാണിച്ചാൽ മലയാള സിനിമയെ അടച്ച് മലയാള സിനിമയിലെ മൊത്തം പേരും കുഴപ്പക്കാരാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു മാളിൽ കളിക്കുന്നതിനെക്കുറിച്ചുള്ള തർക്കം വന്നാൽ ആ മാളിലെ പ്രശ്നം പരിഹരിക്കുകയല്ലേ ചെയ്യാൻ. ഇപ്പോൾ കോഴിക്കോട്ടിലൊരു മാളിലെ പ്രൊജക്ടറിനെ കുറിച്ചുള്ള തർക്കം വന്നാൽ ലുലു പിടിച്ച് അടച്ചു പൂട്ടിയിരുന്നതിൻ്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അജയ് വിജയ് ചെയ്യുന്ന അതൊക്കെയാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അയാൾ ഒരു എഗ്രിമെൻറ്റും വയ്ക്കാൻ തയ്യാറല്ല, കോൺട്രാക്റ്റില്ല, വേണേ കളിച്ചാൽ മതി എന്നുള്ള ഒരു അടിമകളെ പോലെ, ആടുജീവിതത്തിലെ അടിമയെ പോലെ തന്നെ ഇയാളുടെ നിലപാടുകളും എന്നാണ് പറയുന്നത്. നിലവിലുള്ള ഒരു തിയേറ്ററിനും ബുദ്ധിമുട്ടിക്കാതെ പുതിയ തിയേറ്ററിൽ വരുമ്പോൾ ഞങ്ങളുടെ കണ്ടൻറ്റ് കളിക്കാവുന്ന പ്രൊജക്ടർ വാങ്ങി വയ്ക്കണം, 5500 രൂപയ്ക്ക് കളിക്കണം, ക്യൂബുമായി PVRന് എന്തൊക്കെയോ ബിസിനസ്സുകളുണ്ട് എന്നുള്ളതും പുറത്തു വരുന്നു. ഈ ക്യൂബ് എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ട് PVRന് എന്തൊക്കെയോ ബന്ധമുണ്ട്. യൂസഫ് അലി സാർ ഇത് അണ്ടർലൈനിട്ട് കേട്ട് വെച്ചേക്കണം. PVR പറയുന്നത് വിശ്വസിക്കരുത്. അവർക്ക് ഈ ക്യൂബുമായിട്ട് എന്താ കളിയുണ്ട്, അതാണ് ഈ ക്യൂബിനെ കൊണ്ട് നടക്കുന്നത്. അതിനാൽ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണ്ടൻറ്റ് മാസ്റ്ററിങ് തുടങ്ങിയത്
ഈ കൊള്ളയടി നിർത്താൻ വേണ്ടിയാണ് തുടങ്ങിയത്. പക്ഷേ PVR അത് സൂചിച്ചില്ല. എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ മച്ചമ്പി PVR അല്ല ക്യൂബിനെ ഒതുക്കാനായിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയില്ല എന്നുള്ളൊരു സുഖം കുറവുണ്ട് PVR. എന്തായാലും ഇവർ ലുലുവിൽ PVR തിയേറ്റർ തുടങ്ങുന്ന സമയത്ത്, പിന്നെ മുത്തൂറ്റിൻ്റെ ഒരു തിയേറ്റർ വാങ്ങിയ സമയത്തുമൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കത്ത് കൊടുത്തിട്ട് കടലാസിൻ്റെ വില പോലും കൊടുത്തില്ല. കാരണം ലുലുവിൽ ഇവരുടെ തിയേറ്ററുകൾ വരുന്നു എന്നറിഞ്ഞു, മുത്തൂറ്റ് തുടങ്ങിയ തിയേറ്റർ ഇവരെടുക്കുന്നു എന്നറിഞ്ഞു. അപ്പോഴൊക്കെ കത്ത് കൊടുത്തു, നിങ്ങളവിടെ വയ്ക്കുന്നത് ഞങ്ങളെ കണ്ടൻറ്റ് മാസ്റ്ററിങ് കളിക്കാവുന്ന പ്രൊജക്ടർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മറുപടി പോലും പറഞ്ഞില്ല. കോഴിക്കോട് ഫോറം മാളിലെ തിയേറ്ററും ഇപ്പോൾ അവർ ഏറ്റെടുത്തു, മിറാഷ് എന്ന് പറഞ്ഞാൽ. സ്വന്തം പ്രൊജക്ടറാണ് അവിടെ, അല്ലാതെ PVR വാടകയ്ക്ക് എടുത്തിരിക്കുകയല്ല. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കണ്ടൻറ്റ് കളിക്കാതിരിക്കാൻ അവർ വാങ്ങിയത് മറ്റൊരു പ്രൊജക്ടറാണ്. അത് ഇത് തന്നെയായിരിക്കും, ക്യൂബിൻ്റെത് കളിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും വാങ്ങിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രൊഡ്യൂസർമാർക്ക് കത്ത് നൽകി, മിറാഷിൽ പടം കൊടുക്കരുത്. ആരും കൊടുത്തില്ല. അവിടെ PVR ഒന്ന് പെട്ടു. ഇവർ വിചാരിച്ചത് വെടക്കാക്കി തനിക്കാക്കാന്ന് പറയും പോലെ അവർക്ക് ഇഷ്ടമുള്ള ക്യൂബിൻ്റെയോ UFOയുടെയൊക്കെ പ്രൊജക്ടർ വെച്ചിട്ട് പ്രൊഡ്യൂസർമാരെ കൊണ്ടുവന്ന് പടം കളിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ കേരളത്തിൽ അത് നടക്കില്ല എന്ന് ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലാവട്ടെ. അപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ച എന്ന് കേട്ടാൽ PVRൻ്റെ ഇന്ത്യയിലെ മുതലാളി വരും, ഈ അജയ് വിജയ് വരുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയൊന്നും അയാളൊന്നും അല്ല വരുന്നത്. മദ്രാസിൽ അശോക് എന്ന് പറഞ്ഞ ഒരാളാണ് ദക്ഷിണേന്ത്യയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ അശോക് പോലും ചർച്ചയ്ക്ക് വന്നോ എന്നെനിക്ക് സംശയമാണ്. കാരണം ജോജി എന്ന് പറഞ്ഞൊരാളാണ് കേരളത്തിലെ PVRൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇവർക്കൊന്നും പക്ഷേ ഒരു കാര്യവുമില്ല. ഈ ഉദ്യോഗസ്ഥരായി ഇരിക്കാം, കേരളത്തിലെ കാര്യം ജോജി, ദക്ഷിണേന്ത്യയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് മറ്റേ ഈ പറയുന്ന അശോക് എന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ എന്ത് തീരുമാനം എടുക്കുന്നത് ഈ അജയ് വിജയ് ആണല്ലോ. അപ്പോൾ അജയ് വിജയ് മുതലാളി വിചാരിച്ചത്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പിടിക്കുന്നിടത്ത് തന്നെ നിൽക്കുക, എന്നിട്ട് ആരെങ്കിലും പോയി ചർച്ചയിൽ പങ്കെടുക്കാൻ മതിയെന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ അവസാനം അമേരിക്കയിൽ നിന്നൊരു സായിപ്പ് വരേണ്ടി വന്നു ഈ ചർച്ചയിൽ പരിഹാരം കാണാനെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. 19-ാം തീയതി നടക്കുന്ന ചർച്ചയ്ക്കായി ഏതോ ഒരു ഉണക്ക സായിപ്പ് വരും എന്ന് ഒരു വാർത്ത വന്നു. പക്ഷേ അദ്ദേഹം വന്നു. അത്രയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ കൊണ്ട് എന്താ പറയുക PVRനെ നിലയ്ക്ക് നിർത്താനായി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല ബിഗ് സല്യൂട്ട്. ചർച്ചയ്ക്ക് വന്നു. സ്വന്തം പ്രൊജക്ടർ വാങ്ങി വച്ചിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് കേരളത്തിൽ മാത്രം ഒരു നയം സ്വീകരിക്കാനാവില്ല, ഇന്ത്യൻ നയമാണ്, വേൾഡ് നയമാണ്, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വരട്ട് ന്യായങ്ങൾ ചർച്ചയിൽ പറഞ്ഞു. ഒന്നും നടക്കില്ല, നിങ്ങളുടെ കണ്ടൻറ്റ് മാസ്റ്ററിങ് കളിക്കാനാവില്ല, ആൾ ഇന്ത്യ നയമാണ് ഞങ്ങളുടേത് എന്നൊക്കെ പറഞ്ഞ് ചർച്ചയിൽ പറഞ്ഞു. ശരി, പ്രൊഡ്യൂസേഴ്സിൻ്റെ കണ്ടൻറ്റ് കളിക്കണ്ട, പക്ഷേ നിങ്ങൾ ഏത് കോപ്പൻ്റെ കണ്ടൻറ്റ് കളിച്ചാലും ശരി, ഞങ്ങൾ വാങ്ങുന്ന 5500 രൂപയ്ക്ക് ഒരാഴ്ച നിങ്ങൾ കളിക്കണം എന്നുള്ളതായി പ്രൊഡ്യൂസേഴ്സിൻ്റെ ന്യായമായ ഡിമാൻഡ്. നിങ്ങൾ UFOയോ ക്യൂബോ എന്ത് വേണോ തേങ്ങാക്കൊലയോ കളിച്ചോ, പക്ഷേ 18500 രൂപ ഞങ്ങൾ കൊടുക്കില്ല, ഞങ്ങൾ കളിക്കുന്നതിന് 5500 രൂപ കൊടുക്കൂ, ആ പൈസ അവർക്കും കൊടുക്കാം. അത് അജയ് വിജയ് സംസാരിച്ച് ധാരണയിലെത്തട്ടെ എന്ന് പറഞ്ഞ് വിട്ടു. അതുപോലെ VPF ചാർജ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കണ്ടൻറ്റ് മാസ്റ്ററിങ് തുടങ്ങിയത്. ആ 5500 രൂപയ്ക്ക് ക്യൂബോ UFOയോ ആര് വേണമെങ്കിലും കളിച്ചാൽ ഞങ്ങൾക്ക് സമ്മതമെന്നായി പ്രൊഡ്യൂസേഴ്സ്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ചർച്ചയോട് ചർച്ച നടത്തി അവസാനം അവർ നിൽക്കുന്നിടത്ത് തന്നെ വരും. എന്തൊക്കെ ചർച്ച ചെയ്താലും, എത്ര മണിക്കൂർ ചർച്ച ചെയ്താലും, 2 ദിവസം ചർച്ച ചെയ്താലും ഇവർ അജയ് വിജയ് പറഞ്ഞതിൽ തന്നെ അവസാനം വന്ന് നിൽക്കും. 2 ചർച്ച നടത്തി 6-7 മാസമായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ PVR ഗ്രൂപ്പ്. ആടുജീവിതം നന്നായി പോകുന്നു, പിന്നാലെ ആവേശമടക്കം 3 സിനിമകൾ വരുന്നു. ഇത് നോക്കി അത്യാവശ്യം മീറ്റിംഗ് വയ്ക്കണമെന്നായി PVR ഗ്രൂപ്പ്. അവർ പ്ലാൻ ചെയ്തതാണ്. അതായത് ഈ എന്താ പറയുക, പുതിയ സിനിമ, വിഷു സിനിമകൾ വരുമ്പോൾ അതിനെ ഇട്ടൊന്ന് പൂട്ടാം എന്നവർ ആലോചിച്ചിട്ടായിരിക്കണം ചർച്ചയ്ക്ക് വിളിച്ചത്. മീറ്റിംഗ് വെച്ചു. അവർ പഴയ കാര്യം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞു, ശരി, കോഴിക്കോട്ടെ മാളിലെ തിയേറ്റർ ഞങ്ങളുടെ കണ്ടൻറ്റ് കളിക്കണം. പുതിയ തിയേറ്ററാണല്ലോ, ഇവിടെ ഡിസംബർ വരെ എന്താ പറയുക നില തുടരട്ടെ. ഇവിടെ തിരുവനന്തപുരത്തെ, എറണാകുളത്തെ കോമ്പറ്റീഷൻ കമ്മിറ്റി മൾട്ടിപ്ലക്സുകൾ വാങ്ങുന്ന 18500 രൂപ വാടക വാങ്ങുന്നത് നിർത്തണമെന്ന് കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന സമയമാണ്. അതിനും തയ്യാറല്ല. പകരം കളിച്ചിരുന്ന പടങ്ങൾ ആരോടും പറയാതെ നിർത്തി. വിഷുവിലെ പടങ്ങൾ റിസർവേഷൻ പോലും എടുത്തില്ല. ഇന്ത്യ മുഴുവൻ വാർത്തയായി. PVR എന്ന് പറഞ്ഞ ഇന്ത്യയിലെ വലിയ കുത്തക മുതലാളി മലയാളം പടങ്ങൾ കളിക്കുന്നില്ല എന്നുള്ള വാർത്ത ഇന്ത്യയിലെ സിനിമാ രംഗത്ത് മുഴുവൻ നല്ല ചർച്ചയായി. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ യൂസഫ് അലി ബായിക്ക് മെയിൽ അയച്ചത്. ലുലുവിൻ്റെ മുന്നിൽ സമരം നടത്തും ഫെഫ്ക എന്ന് ഉണ്ണികൃഷ്ണൻ പത്രക്കാരോട് പറഞ്ഞു.
19-ാം തീയതി വീണ്ടും ചർച്ച വച്ചു. ഈ കഴിഞ്ഞ 19-ാം തീയതി വീണ്ടും ചർച്ച വച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്കും സിനിമാ മന്ത്രിക്കും ഈ വിഷയത്തിൽ കത്ത് കൊടുത്തു. മുഖ്യമന്ത്രി ഇടപെടാം എന്ന് സമ്മതിച്ചു. പക്ഷേ ഇവിടെ PVRന് പറ്റിയൊരു കുഴപ്പം എവിടെയെന്ന് ചോദിച്ചാൽ, ബഡേ മിയ ചോട്ടാ മിയ എന്ന് പറഞ്ഞൊരു പടം ഇയാളും കൂടെ ചേർന്ന്, അജയ് വിജയും കൂടെ ചേർന്നാണ് അത് വിതരണം എടുത്തിരിക്കുന്നത്. യാഷ് രാജ് ഫിലിംസാണ് പ്രധാന വിതരണക്കാർ. PVR ആണ് PVRൻ്റെ തിയേറ്ററുകളിൽ വിതരണം ചെയ്യുന്നത് PVR ഗ്രൂപ്പാണ്. അപ്പോൾ അലി അബ്ബാസ് സഫർ എന്ന് പറഞ്ഞ ആൾ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണിത്. അക്ഷയ് കുമാറും പൃഥ്വിരാജും രാകേഷും മനുഷി ചില്ലറും അടക്കം ഒരുപാട് താരങ്ങളുള്ള സിനിമയാണ്. അപ്പോൾ ഇയാൾ കരുതിയത് ഈ പറയുന്ന ബഡേ മിയ ചോട്ടാ മിയ എന്ന് പറഞ്ഞ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷുവിൻ്റെ പൈസ മുഴുവൻ തൂത്തുവാരും എന്ന് അദ്ദേഹം വിചാരിച്ചു. അത്രയും സൂപ്പർ ഹിറ്റാവുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പക്ഷേ പടം ദയനീയമായി, മലയാളിയുടെ ഭാഗ്യം കൊണ്ടായിരിക്കുക, 7 നിലയിൽ പൊട്ടി. എന്നാൽ വിഷു റിലീസായ മലയാള സിനിമകൾ 2 എണ്ണം ഹിറ്റായതോടുകൂടി മാളുകളുടെ ഉടമസ്ഥരെല്ലാം PVRൻ്റെ തലയിൽ കയറി നിരങ്ങി. കാരണം ഈ പറയുന്ന തിയേറ്ററിൽ ഓടുന്ന പടങ്ങളുണ്ടെങ്കിലല്ലേ മാളുകളിൽ ആൾ കയറും. മാളുകളിൽ ആളുകൾ കയറി തിയേറ്റർ ഹൗസ്ഫുള്ളായി ഓടിയാലല്ലേ തിരിച്ചിറങ്ങി വരുമ്പം കച്ചവടം നടക്കും. അതിന് പകരം ബഡേ മിയ എന്താ പറയുക, ചോട്ടാ മിയ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് പടം ഇറക്കി 7 നിലയിൽ പൊട്ടിയപ്പോൾ മാളുകാരെല്ലാം കൂടി PVRൻ്റെ തലയിൽ കയറി. തിയേറ്ററിൽ ഓടുന്ന പടങ്ങളില്ല. ആളുകൾ തിയേറ്ററിലേക്ക് പോകാൻ മാളുകളുടെ ബിസിനസ്സിനെ ബാധിക്കും, പോകാതിരുന്നാൽ ബാധിക്കുമെന്ന് മാളുടമകൾ പ്രശ്നമുണ്ടാക്കി. മദ്രാസിലും ഇത് തന്നെ സംഭവിച്ചു. പക്ഷേ അവിടെ എന്താണെന്ന് വെച്ചാൽ, വിജയുടെ ഒരു പടമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. അവിടെ ഇപ്പോൾ മലയാള സിനിമയാണല്ലോ ഓടുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ PVRന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തി. ചർച്ച സെറ്റിലായി. ഇപ്പോഴുള്ള 2 പ്രോപ്പർട്ടിയിൽ കോഴിക്കോട്ടുള്ളതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തുകയിൽ കളിക്കും, 5500 രൂപയ്ക്ക് കളിക്കും. ഫോറം മാളിൽ പൈസ വാങ്ങാതെ ഫ്രീ ആയിട്ട് ഓണം വരെ കളിക്കും. ജനുവരി 1 മുതൽ VPF കൊടുക്കില്ല എന്ന്, മൾട്ടിപ്ലക്സുകൾക്ക് VPF കൊടുക്കില്ല എന്നുള്ള കാര്യവും സമ്മതമായിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഈ ചർച്ച, ഈ പ്രോഗ്രാം ചെയ്യുന്നത്. എന്തായാലും മലയാളിയുടെ യൂസഫ് അലി ബായി ഇടപെട്ടതിൽ സംഗതി ശുഭപരിവർത്തനയായി എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ B ഉണ്ണികൃഷ്ണൻ ഫിഫ്കയുടെ വക്താവായി ഇടപെട്ടതിനാൽ പ്രശ്നം വേഗം പരിഹാരമായി എന്നൊരു തോന്നലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ണി ഇടപെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉണ്ണി യൂസഫ് അലി ബായിയെ വിളിച്ചതുകൊണ്ടാണ് പ്രശ്നം സോൾവ് ആയത് എന്നുള്ളൊരു തോന്നലുണ്ട്. അനൗദ്യോഗികമായി അറിയുന്നത് മകൻ്റെ സിനിമ ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നത്, ശരിയായാലും തെറ്റായാലും ന്യായമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. മകൻ്റെ സിനിമ വിഷുവിന് ഏറെ പ്രതീക്ഷയോടെ തിയേറ്ററിൽ വരാനിരിക്കുമ്പോൾ PVR ഗ്രൂപ്പ് കോലിട്ടിളക്കിയാൽ സ്വാഭാവികമായും ഒരച്ഛന് വിഷമം ഉണ്ടാകാം. പ്രണവ് അഭിനയിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ സിനിമ. അങ്ങനെ നമ്മുടെ മോഹൻലാൽ യൂസഫ് അലി ഭായിയെ വിളിച്ച് പ്രശ്നത്തിൽ ഇടപെടിച്ചു എന്നാണ് അനൗദ്യോഗികമായി എന്നോട് ഒന്നിലധികം പേര് പറഞ്ഞത്. അത് അങ്ങനെ മോഹൻലാൽ ഇടപെട്ടാൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം സിനിമ കൊണ്ട് ജീവിക്കുന്ന ആളല്ലേ 40 വർഷമായിട്ട്. അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ മകൻ നായകനായി അഭിനയിക്കുന്നൊരു സിനിമ തിയേറ്ററിൽ വരുന്നതിൻ്റെ തലേ ദിവസം മാളുകളിൽ ഇനി കളിക്കില്ല എന്ന് തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പ്രോപ്പർ വേയിൽ എന്താണ് പരിഹാരമെന്ന് ആലോചിച്ചപ്പോൾ യൂസഫ് അലി ഭായിയെ വിളിക്കുന്നതാണ് ശരിയെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണാം. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ മാത്രമല്ല മോഹൻലാലും വിളിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ യൂസഫ് അലി ഭായി പോലും ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നെ മോഹൻലാൽ വിളിച്ചു എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. മലയാള സിനിമയ്ക്ക് വേണ്ടിയല്ലേ അദ്ദേഹം സംസാരിച്ചത്. എന്തായാലും യൂസഫ് അലി ഭായി നന്നായി ഇടപെട്ടു, ഫലം കണ്ടു. മാളുകളുടെ അവസ്ഥ കൂടി അറിയണം. പുതിയ പടം ഞാനത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പറയുന്നത്, യൂസഫ് അലി ഭായിക്ക് വേണ്ടിയല്ല. പുതിയ പടം തിയേറ്ററിൽ വന്നാൽ അപ്പോൾ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ടാക്സ് 1/3 പോയി കഴിഞ്ഞാൽ ബാക്കി പൈസ എത്രയാണ്? ഇപ്പോൾ 1 രൂപ ടിക്കറ്റിൽ 33 പൈസ സർക്കാരിന് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള 67 പൈസയിൽ 60% ഷെയർ ആദ്യത്തെ ആഴ്ച നിർമ്മാതാക്കൾക്കാണ്, 40% തിയേറ്ററുകാർക്ക്. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. പക്ഷേ മാളിലാവുമ്പോൾ 55% നൽകും, 5% കുറയ്ക്കും, 45% മാളുകാരെടുക്കും. തമിഴ്നാടടക്കം മാളുകളിൽ മലയാള സിനിമ കളിക്കുകയാണെങ്കിൽ ആദ്യത്തെ ആഴ്ച 45% അവരെടുക്കും, കൊടുക്കുകയുള്ളൂ. അതിൻ്റെ അടുത്ത ആഴ്ച 40%, അതിൻ്റെ അടുത്ത ആഴ്ച 35%. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 40-50 കോടി ചിലവിട്ട് വരുന്ന ഒരു സിനിമ മാളിൽ കളിച്ചാൽ 55% തിയേറ്റർ ഉടമയ്ക്ക്.
ആദ്യത്തെ ആഴ്ച തമിഴ്നാട്ടിൽ കളിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് മലയാളം ഒഴിച്ച് എവിടെ കളിച്ചാലും 55% മാളുകാരാണ് എടുക്കുന്നത്. അതായത് ഈ അജയ് വിജയ് പോലുള്ളവരാണ് തട്ടിയെടുക്കുന്നത്. 45% നിർമ്മാണ വിതരണക്കാർക്ക് കിട്ടുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അനൗദ്യോഗിക അംബാസഡറാണല്ലോ ഇപ്പോൾ യൂസഫ് അലി ഭായ്. എനിക്ക് പറയാനുള്ളത്, ഇത്തരം ഒരവസരത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഇദ്ദേഹത്തെ സിനിമയുടെയും അംബാസഡറാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ വിളിക്ക് വിലയുണ്ട്. ഒരു ഫോൺ കോളിന് വിലയുള്ള ഒരാളാകുമ്പോൾ മലയാള സിനിമയുടെ പ്രശ്നങ്ങളിലും ഇടപെടാൻ യൂസഫ് അലി ഭായിയെ നമ്മൾ കൂടെ കൂട്ടണം എന്നാണ് എനിക്ക് സംഘടനാ നേതാക്കന്മാരോട് പറയാനുള്ളത്. ഇനി ഞാൻ പറയുന്നതെല്ലാം യൂസഫ് അലി സാറിനെ കുറിച്ച് മാത്രമാണ്. നമ്മളെ സിനിമ ഇഷ്യൂ തീർന്നു. കേരളത്തെ കെട്ടിപ്പിടിക്കാൻ, താങ്കൾ കേരളത്തിനെ കെട്ടിപ്പിടിക്കാൻ എന്താണ് കാരണമെന്ന് ഒരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അദ്ദേഹം പറയുകയാണ്, ഞാൻ കേരളത്തെ കെട്ടിപ്പിടിക്കാൻ 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിക എന്ന് പറഞ്ഞ ഗ്രാമം, തൃശ്ശൂരിലുള്ള നാട്ടിക എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ജനിച്ചവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കേരളത്തെ മറക്കാൻ പറ്റില്ല. 2, ലോകത്തെവിടെ പോയാലും 2 മാസത്തിൽ ഒരു ദിവസമെങ്കിലും, 2 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ എൻ്റെ നാട്ടിലെത്തി എൻ്റെ ഉമ്മയുടെയും എൻ്റെ ബാപ്പയുടെയും എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയും എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെയും, അതായത് അച്ഛൻ, അമ്മ, വല്യപ്പ, വല്യമ്മ, ഈ 4 പേരുടെയും ഖബറിൽ പോയി പ്രാർത്ഥിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ചിട്ടയാണ്. കാരണം എൻ്റെ ഈ ഉയർച്ചയ്ക്കെല്ലാം കാരണം എന്നെ വളർത്തി വലുതാക്കിയ, ജന്മം തന്ന വാപ്പയും ഉമ്മയും, എന്നെ വളർത്തി വലുതാക്കിയ വല്യപ്പയും വല്യമ്മയും, അവരുടെ ഖബറിൽ 2 മാസത്തിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് വന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ അവർ അന്തി ഉറങ്ങുന്ന കേരളം എനിക്ക് വേണ്ടപ്പെട്ടതാണ്. 3ാമത് അദ്ദേഹം പറയുന്നത്, എൻ്റെ ഹൈപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മലയാളികളാണ്. എനിക്കവരെ മറക്കാൻ കഴിയില്ല. അണ്ടർലൈൻ കേൾക്കണം. എൻ്റെ മാളുകളിലും എൻ്റെ ഹൈപ്പർ മാർക്കറ്റുകളിലുമൊക്കെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നത്, ലോകത്തെവിടെയായാലും ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നത് മലയാളികളാണ്. എനിക്ക് വിദേശത്ത് 34,000 തൊഴിലാളികളും സ്വദേശത്ത് 11,000 തൊഴിലാളികളുമുണ്ട്. ഈ പറയുന്ന 45,000 തൊഴിലാളികൾ എൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഈ മലയാളികളെ മറക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് ഈ അദ്ദേഹം ഇത് പറയാൻ കാര്യം, ഒരു കൈയില്ലാത്തൊരു ചെറുപ്പക്കാരൻ യൂസഫ് അലി ഭായിയുടെ ഒരു പടം വരച്ച് അദ്ദേഹത്തിന് സമ്മാനമായി കൊണ്ടുകൊടുത്തു. എനിക്ക് ആ പയ്യനെ കണ്ടപ്പോൾ പാവം തോന്നി. അപ്പോൾ യൂസഫ് അലി ഭായിക്ക് ഇപ്പോൾ ഒരു പടം വരയ്ക്കണമെന്ന് പറഞ്ഞാൽ ആരാ വരയ്ക്കാത്തത്? പിക്കാസോ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം വരെ വരച്ചനെ ഇല്ലേ? എം ഹുസൈൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹവും വരച്ചനെ. രാജാ രവിവർമ്മ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹവും വരച്ചനെ. കാരണം യൂസഫ് അലി എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനമല്ലേ. അപ്പോൾ ഈ കൈയില്ലാത്ത ചെറുപ്പക്കാരൻ യൂസഫ് അലി ഭായിയുടെ ഒരു പടം വരച്ചുകൊണ്ടുവന്ന് അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്തു. അദ്ദേഹം അതിശയപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ആ പടത്തിൽ അദ്ദേഹം കേരളത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമായിരുന്നു. ഞാനത് ഒരുപാട് നേരം പല പ്രാവശ്യം എടുത്ത് നോക്കിയിട്ടുണ്ട്. കേരളത്തെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരു പടമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ എന്നെപ്പറ്റി ഒരുപാട് പടങ്ങൾ വരച്ച് എനിക്ക് പലരും തന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു പടം വരച്ചത് ഈ ചെറുപ്പക്കാരൻ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാലിത്തൊട്ട് തൊഴാനോ ഇദ്ദേഹം ഒരാളുടെയും കാലിത്തൊട്ട് തൊഴാൻ സമ്മതിക്കില്ല. അദ്ദേഹം പറഞ്ഞ ദൈവത്തെ അല്ലാതെ ആരെയും തൊഴാൻ സമ്മതിക്കരുതെന്നാണ് പറയുന്നത്. അദ്ദേഹം കൂടെയുള്ള സ്റ്റാഫിനോട് പറയുകയാണ്, ഈ ചെറുപ്പക്കാരന് വീട് വയ്ക്കാൻ ഒരു 12 ലക്ഷം രൂപ കൊടുത്തേക്കുന്നു. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവ് എനർജി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 12 കോടി മുടക്കിയാൽ പോലും കിട്ടാത്ത പ്രാർത്ഥനയായിരിക്കും ആ പയ്യൻ്റെ, ആ ചിത്രകാരൻ്റെ മനസ്സിലുണ്ടായത്. 12 ലക്ഷം രൂപ അയാൾക്ക് വീട് വയ്ക്കാൻ അനുവദിച്ചു. സന്തോഷത്തോടെ യൂസഫ് അലി ഭായ് കേരളത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പടം കൊടുത്തിട്ട് ആ ചെറുപ്പക്കാരൻ പോയി. ദൈവത്തിന്റെ മുന്നിലല്ലാതെ തല കുനിക്കരുത്. അത് ശരിയല്ല. കാശ് കിട്ടിയ ഞാൻ കാശ് കൊടുത്തായിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടല്ല, അവരെ ബുദ്ധിമുട്ടി മനസ്സിലായി. അപ്പൊ ഞാൻ കാശ് കൊടുത്തായിരുന്നു. ഒരിക്കലും കാലിന്റെ മുന്നിലാണ്, ദൈവത്തിന്റെ മുന്നിൽ മാത്രം. നമ്മുടെ ഉള്ള കുട്ടികൾക്കൊക്കെ തൊഴിൽ മക്കളൊക്കെ നോക്കണം. ജനങ്ങളെ തമിഴ മലയാളിയാണ്.
കാശ് കിട്ടിയിട്ട് എന്ത് ചെയ്ത്? കാശ് കിട്ടിയിട്ട് എന്ത് ചെയ്ത്? ഞാൻ ആരും അറിയാതെ കാശ് കൊടുത്തു. ഈ എല്ലാ ആവശ്യം ഉണ്ടെങ്കിൽ പറയുന്നത് വയസ്സായ പ്രായമായ ആരവിടെ ഉള്ളത്? ഭാഷ ഈ പ്രായത്തില് ഇവരൊക്കെ ഒന്ന് പേരെഴുതിയെടുക്കണം. പേരെഴുതിയെടുത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൊടുത്തയക്കാം. പോരെ? ഈ അമ്മക്ക് കൊടുത്തയച്ചാൽ മതി. അതുപോലെ ഗാന്ധി ഭവനിൽ വന്ന നമ്മുടെ സിനിമാ വകുപ്പ് മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രസംഗിക്കുന്നൊരു പ്രസംഗം ഞാൻ കേട്ടു. അദ്ദേഹം പറയുകയാണ്, ഗാന്ധി ഭവനിൽ അനാഥരായി വന്ന് സനാഥരായി മാറിയ ഗാന്ധി ഭവനിൽ 1350 മനുഷ്യരെ ചേർത്ത് പിടിച്ച യൂസഫ് അലിയെ ഞാൻ ഇവിടെ നിന്ന് ഓർക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അവിടെ ഇപ്പോൾ അമ്മമാർക്ക് ഒരു കെട്ടിടം കെട്ടാൻ പ്ലാൻ ചെയ്യുമ്പോഴായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ അച്ഛന്മാർക്ക് കെട്ടാൻ തറക്കല്ലിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ യൂസഫ് അലി സാറിനെ ഓർക്കുകയായിരുന്നു. ഞങ്ങളത് യാതൊരു ബന്ധവും പരിചയമൊന്നുമില്ല, പക്ഷേ ഓർക്കുകയാണ്. എന്നോട് വന്നപ്പോൾ പറഞ്ഞു 15 കോടി രൂപയുടെ കെട്ടിടം ശോഭരായൻ സാറിൻ്റെ അതാണ് മനുഷ്യത്വം. ആ യൂസഫ് അലി മോശമാണെന്ന് വേറൊരാളിയുടെ പ്രസംഗിച്ചിട്ട്, ആ യൂസഫ് അലിയെ പറ്റിയാണല്ലോ ഒരാൾ ഈ ചരിത്ര ഗവേഷണം നടത്തുന്ന ഒരാളിയുടെ പ്രസംഗിച്ചല്ലോ. യൂസഫ് അലി കൊടുത്തില്ലെങ്കിൽ യൂസഫ് അലിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഈ ഗാന്ധി ഭവനിൽ താമസിക്കുന്ന 1350 മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂസഫ് അലിക്ക് ഞാനൊരു പ്രത്യേക നന്ദി ഈ ഗവൺമെന്റിന് പറയാതിരിക്കാൻ പറ്റുമോ? അതാണ് ചെയ്യേണ്ടത്. 15 കോടി കൊടുത്തില്ലെന്ത് ചെയ്യും? അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അപകടം പറ്റി ഒന്നും സംഭവിക്കാൻ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു 34 കോടി രൂപ പിരിച്ചൊരു ചെറുപ്പക്കാരനെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ, അബ്ദുൾ സലീമിനെ. ആ ഇഷ്യൂ നടക്കുമ്പോൾ യൂസഫ് അലി ബായ് UK-യിലായിരുന്നു. 24 ന്യൂസിൻ്റെ ഷീണ്ടെന്നായിരുന്നു നമ്മുടെ ഷീണ്ടൻ ചേട്ടൻ UK-യിൽ വിളിച്ച് യൂസഫ് അലിയുമായിട്ട് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 24-ലെ വാർത്തയിൽ കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഇനി എന്താണ് അദ്ദേഹം ഈ പറയുന്ന അബ്ദുൾ സലീമിന് വേണ്ടി എന്താ ചെയ്യാൻ റഹീമിന് വേണ്ടി എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചപ്പോൾ യൂസഫ് അലി സാർ പറഞ്ഞത്, നമ്മുടെ എംബസി എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ, പിന്നെ നിരവധി സംഘടനകളുണ്ട് അവിടെ, അവരും എന്താണ് നടപടി എടുക്കുന്നത് നോക്കട്ടെ, എന്തായാലും ഒരുപാട് കാലം ജയിലിൽ കിടന്നിട്ട് വരുന്നതല്ലേ പയ്യൻ, അയാൾക്ക് വേണ്ടി ഞാനൊരു നല്ല വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു, 24 എന്ന് പറയുന്ന ന്യൂസ് ചാനൽ ഈ കാര്യത്തിൽ, ഈ റഹീമിൻ്റെ കാര്യത്തിൽ നടത്തിയ സ്ട്രെയിൻ എനിക്ക് നല്ല ബോധ്യമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു എന്നൊരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ സ്ഥിരം കയറി നോക്കുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ ഫേസ്ബുക്കിൽ. അതിൽ 50 കുട്ടികളുടെ ഹൃദയത്തിന് പ്രോബ്ലമുള്ള 50 കുട്ടികളുടെ എന്താ പറയുക, ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ 50 കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കളുമായി അദ്ദേഹത്തെ കാണാമെന്നൊരു വീഡിയോ ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ മരുമകൻ ഡോക്ടർ ഷംസീർ എന്ന് പറയുന്ന മരുമകനാണ് അതിന് നേതൃത്വം നൽകിയത്. രോഗമുക്തി നേടിയ ആ കുട്ടികളെന്നല്ലെന്നേ, ആ 50 കുട്ടികളുടെ രക്ഷകർത്താക്കൾ പ്രാർത്ഥിക്കുന്നത് യൂസഫ് അലി സാറിന് കിട്ടാതിരിക്കും ആ പോസിറ്റീവ് എനർജി കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ആഗ്രഹം. അതുപോലെ ഒരു സുഹൃത്തിൻ്റെ എന്തോ ഒരു പറ്റിപ്പ് കാര്യത്തിൽ ഒരു സുഹൃത്ത് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് വിശ്വസിച്ച ഒരു ചെറുപ്പക്കാരൻ 2.5 വർഷക്കാലം സൗദി ജയിലിൽ കിടന്നു. അവസാനം യൂസഫ് അലി സാർ ഇടപെട്ടാണ് ആ പയ്യന് എന്താ പറയുക മോചനമുണ്ടാക്കി കൊടുത്തത്. അദ്ദേഹത്തിന് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനാണ് യൂസഫ് അലി എന്നല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായാൽ പോലും പോരാ എന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ എത്രയോ ശതകോടീശ്വരന്മാരായ പിള്ളമാരുണ്ടില്ലേ? ഏതെങ്കിലും പിള്ള കൈ അയച്ച് എന്തെങ്കിലും ഇതുപോലെ സഹായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു യൂസഫ് അലിയെ ഉള്ളെന്നേ കൈ അയച്ച് സഹായിക്കാൻ. അത് വീട് വെച്ച് കൊടുക്കാനായാലും ശരി, കൃത്രിമ കാല് വെച്ച് കൊടുക്കാനായാലും ശരി. കാല് വെച്ച് കൊടുക്കാൻ പോകണം പയ്യനോട് പറയുക, ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ ചുമതലയുള്ള ആളിനെ വിളിച്ചിട്ട് പറയുക, ജോയി ഷടാനന്ദൻ എന്ന് പറഞ്ഞ് എനിക്ക് പരിചയക്കാരനാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയണം, ജോയി ഇയാളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ആരാണോ അയാളെ നോക്കി ഏറ്റവും നല്ല 2 കാല് വെച്ച് കൊടുക്കൂ, അടുത്ത് നമ്മൾ തമ്മിൽ കാണുമ്പോഴേ നിങ്ങൾ ഓടി വേണം എൻ്റെ അടുത്ത് വരാനെന്ന് ആര് പറയും? എനിക്കതാണ് ചോദിക്കാനുള്ളത്. ഇങ്ങനെ വിശാലമായ ഹൃദയമുള്ള, കാശുണ്ടായിട്ടൊന്നും കാര്യമില്ലെന്നേ. മറ്റേ പണ്ടുള്ളവർ പറയല്ലോ, പട്ടിക്ക് താടി ഉണ്ടായിരുന്ന അമ്പട്ടെന്നെന്ത് കാര്യമെന്ന് ചോദിച്ചല്ലേ, കാശ് കുന്നുപോലെ കൂട്ടി വെച്ചിട്ട് നിധി കാക്കുന്ന ഭൂതം പോലെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അവിടെയൊക്കെയാണ് കേരളത്തിൻ്റെ ഒരു ധനാഢ്യനേ ഉള്ളൂ ഇതുപോലെ കൈയയച്ച് സഹായിക്കാനെന്ന് ഞാൻ പറയുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നു, ദുഃഖം വരുമ്പോൾ സന്തോഷിക്കുകയും സന്തോഷം വരുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്ന
ഒരു വാക്ക് ഏതാണ് എന്ന് അക്ബർ ചക്രവർത്തി കൂടെ നടക്കുന്ന ബിർബലിനോട് ചോദിച്ചു. നല്ല സെൻറ്റൻസ് അല്ലേ? ദുഃഖം വരുമ്പോൾ സന്തോഷിക്കുകയും സന്തോഷം വരുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ്? അപ്പോൾ ബിർബൽ പറഞ്ഞ മറുപടി ഈ സമയവും പോയിപ്പോവും എന്നറിയുമ്പോഴാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അക്ബർ ചക്രവർത്തി, അക്ബർ ദ ഗ്രേറ്റ്, ഒരിക്കൽ ബർബലിനോട് പറഞ്ഞു, എൻ്റെ കൂടെ ഒരാൾ നടന്നിരുന്നു, ബർബൽ, എൻ്റെ കൂടെ ഷാഹിദ് നടക്കണമെന്ന്. അപ്പോൾ ബർബലിനോട് ചോദിച്ചു, സന്തോഷം വരുമ്പോൾ ദുഃഖിക്കുകയും ദുഃഖം വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ എഴുതി വെക്കാൻ പറഞ്ഞു. എന്താ പറയാ? സന്തോഷം വരുമ്പോൾ ദുഃഖിക്കുകയും ദുഃഖം വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ എഴുതാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ബർബൽ ഉടൻ തന്നെ എഴുതി, ദിസ് ടൈം വിൽ ഗോ എന്ന് പറഞ്ഞാൽ ഈ സമയവും പോയിപ്പോവും എന്ന് വെച്ചാൽ വളരെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് വായിക്കണം ഈ സമയം പോകുമെന്ന് പറഞ്ഞാൽ ദുഃഖാവും, ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ഈ സമയം പോകുമെന്ന് പറഞ്ഞ സന്തോഷവും. കാരണം ഈ സമയം പുതിയ സന്തോഷത്തിന്റെ സമയമല്ല വരുന്നു. അതുമാതിരി കൊറോണയിൽ നമ്മൾ രക്ഷപ്പെട്ട് ഇവിടെ എത്തി. അള്ളാഹു നിങ്ങൾക്കും എനിക്കും ഖൈറും ബർക്കത്തും റഹ്മത്തും ഇസ്സത്തും സമ്പത്തും സമാധാനവും ആരോഗ്യത്തോടുകൂടി ആയുസ്സും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ അദ്ദേഹം കൈയച്ച് സഹായിക്കുന്നതിന് ഇവിടെ ഒരുപാട് പേര്, ഇവിടുത്തെ ചില യൂട്യൂബർമാരൊക്കെ എഴുതിയിരിക്കണല്ലേ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന്. ഇദ്ദേഹം ഒരിടത്തും ചെമ്പിൽ സ്വർണം പൂശി പബ്ലിസിറ്റി ഉണ്ടാക്കാൻ 50 ക്യാമറയും കൊണ്ട് നടന്നിട്ടേ ഇല്ല യൂസഫ് അലി സാർ. ഉണ്ടോ? ഇല്ല. അദ്ദേഹം ചെയ്യുന്നത് എന്താ പറയുക, അർഹതപ്പെട്ട ആൾക്കാർക്ക് കിട്ടണമെന്ന് തോന്നുന്നവർക്ക് കൈയച്ച് സഹായിക്കാൻ. ഞാൻ കേൾക്കട്ടെ, ഗാന്ധി ഭവനിൽ 5 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സാറ് കെട്ടിത്തന്നാൽ മതി എന്ന് പറയുമ്പോൾ 16 കോടി കൊടുത്ത് ആ കെട്ടിടം കൊടുക്കേണ്ട വല്ല കാര്യവും യൂസഫ് അലി സാറിനുണ്ടോ? അമ്മമാർക്ക് വേണ്ടി ഗാന്ധി ഭവനിലൊരു പുതിയ കെട്ടിടം പണിയുന്നു. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയതും ഏറ്റവും മനോഹരവുമായ, ആരുമില്ലാത്തവർ താമസിക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു സംരംഭമായിരിക്കും. ആ കെട്ടിടം നിർമ്മിച്ചു തരുന്നത് ആഗോള വ്യവസായിയും വലിയ ജീവകാരുണ്യ പ്രവർത്തകനുമായ പത്മശ്രീ ഡോക്ടർ എം എ യൂസുഫലിയാണ്. അല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ രാഷ്ട്രപതിയല്ലേ കൊണ്ടുവരേണ്ടത്? കേരളത്തിലെ പത്രങ്ങളിൽ മുഴുവൻ 5 കോളം വാർത്ത വരില്ലായിരുന്നു. അദ്ദേഹം പഞ്ചായത്ത് മെമ്പറെ പോലും വിളിക്കാതെ അവിടെയുള്ള 3 അമ്മമാരെ കൊണ്ട് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യിച്ച ആളാണ് യൂസഫ് അലി സാർ. അദ്ദേഹം പറയുന്നത്, നീ സമ്പാദിക്കുന്നതിൽ 2.5% പാവപ്പെട്ടവന് കൊടുത്തില്ലെങ്കിൽ അത് വൈറ്റ് മണി ആവില്ല എന്നാണ്. നിങ്ങൾ മതത്തെക്കുറിച്ച് പഠിക്കുക. മതം പറയുന്നു, നീ സമ്പാദിക്കുന്നതിൽ 2.5% പാവപ്പെട്ടവൻ്റെതാണ്. നീ 100 ഉറുപ്പിക സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1,00,000 ഉറുപ്പിക നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം, അതിൻ്റെ 2.5% നീ പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇത് വൈറ്റ് മണി ആവില്ല. നമ്മളിവിടെ വൈറ്റ് മണി ബ്ലാക്ക് മണി പറയുന്നുണ്ടല്ലോ, ടാക്സ്. അപ്പോൾ ഇത് വൈറ്റ് മണി ആവില്ല. അതാണ് മതത്തെ പഠിക്കാൻ പറയുന്നത്. നീ സമ്പാദിച്ചതിന് 2.5% നീ സക്കാത്ത് കൊടുക്കണം. റമദാന്റെ പെരുന്നാളിന് കാലത്ത് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അത് 1 ലുക്കുമത്തോ 2 ലുക്കുമത്തോ അരി പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം. കാരണം അവർ ഭക്ഷിക്കാതിരിക്കാൻ സാധ്യമല്ല. അവർ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ നീ അതിൻ്റെ ഉത്തരവാദിയാണ്. 3, സ്വന്തം അയൽക്കാരൻ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുകയും നീ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുകയും ചെയ്താൽ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നതിനുള്ള കുറ്റം നിന്റെ മേലാണ്. അതാണ് ഈ കരുണ വളർത്തിയെടുക്കേണ്ടത്. ലോകത്തിലെവിടെയായാലും അതൊക്കെ കച്ചവടം ചെയ്യുക, കാശുണ്ടാക്കുക, ഓടി അടക്കുക, വേറെയുള്ള സോഷ്യൽ വർക്ക് ചെയ്യുക, വേറെയുള്ള കാര്യങ്ങളിലേക്ക് പോകുക, അത് വേറെ. പക്ഷെ അതിൽ കാരുണ്യം എന്നത് മനസ്സിലില്ലെങ്കിൽ ഈ ഉള്ളതിനൊന്നും അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ. അദ്ദേഹം എത്രയോ 1000 കോടികൾ ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ 2.5% നിർവ്വഹം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, അയ്യോ അത് തന്നെ എത്ര കോടി വരുമെന്ന്. അദ്ദേഹം ദാനധർമ്മനാണെന്നേ, ധർമ്മിഷ്ഠനാണ്. ഇനി വേണമെങ്കിൽ യൂസഫ് അലി സാറിൻ്റെ ചെലവിലാണോ ദിനേശ് ജീവിക്കുന്നതെന്നൊക്കെ ഇതിൻ്റെ താഴെ വന്ന് എഴുതിക്കോ. എനിക്കത് അഭിമാനമായിട്ടേ ഞാൻ കരുതൂ. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ ഞാനത് അഭിമാനമായിട്ടെടുക്കും. കാരണം
നീ സമ്പാദിക്കുന്നതിൻ്റെ 2.5% പാവപ്പെട്ടവന് കൊടുത്തില്ലെങ്കിൽ അത് വൈറ്റ് മണി ആകില്ല. യൂസഫ് അലി സാറിനെ മതം പഠിപ്പിച്ചത് അതാണ്, എന്നെ മതം പഠിപ്പിച്ചത് അതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം 100% പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. കരുണ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കാരുണ്യം എന്നത് മനസ്സിലില്ലെങ്കിൽ എന്ത് നേടിയിട്ടും ഒന്നുമാകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 16 കോടിക്ക് ഗാന്ധി ഭവനിലെ അമ്മമാർക്ക് കെട്ടിടം കെട്ടിക്കൊടുത്ത ആ വലിയ മനുഷ്യൻ ഇപ്പോൾ ഇതാ 20 കോടി രൂപയ്ക്ക് അച്ഛന്മാർക്ക് താമസിക്കാൻ അതിനടുത്ത് തന്നെ ഒരു കെട്ടിടം കെട്ടുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് CN കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ സിനിമാ പ്രവർത്തകൻ എന്താ പറയുക, സ്ട്രോക്കായി പുല്ലൂർ ജനറൽ ആശുപത്രിയിലേക്ക് കിടന്നിട്ട് ഡിസ്ചാർജായി വന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് പോയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെ. കാരണം ഞാൻ പോയി കണ്ടതിൻ്റെ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ സോമരാജ് സാറിനോട് യൂസഫ് അലി സാറിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തായി അച്ഛന്മാരുടെ കെട്ടിടം എന്ന് കേട്ടപ്പോൾ അദ്ദേഹം അപ്പോഴാണ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എന്നെ പറഞ്ഞു, തറക്കല്ലിട്ടു അദ്ദേഹം വന്ന് 20 കോടി രൂപയാണ് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. അത് അച്ഛന്മാർക്ക് താമസിക്കാൻ മാത്രമല്ല, ഒരു വലിയ ഓഡിറ്റോറിയം അടക്കമാണ് കെട്ടുന്നത്. നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ 20 കോടി അതിന് മുടക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണം അത് 25 കോടി എത്തും. അപ്പോൾ ആ 25 നേരത്തെ ഉള്ള 16 കൂടെ കൂട്ടി നോക്കൂ. 40 കോടി രൂപ അനാഥരായ 1600 അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടി, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പല പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി, എയ്ഡ്സിൻ്റെ അസുഖമുള്ളവർ അടക്കം, ചിത്തഭ്രമം പ്രാപിച്ചവരടക്കം ജീവിക്കുന്ന ആ അമ്പലത്തിൽ, ഞാൻ പറയും അതാണ് അമ്പലം, അതാണ് ദൈവം കുടികൊള്ളുന്ന വാസസ്ഥലമെന്ന് ഞാൻ പറയും. അതിനുവേണ്ടി 40 കോടി രൂപ അദ്ദേഹം മുടക്കുന്നുവെങ്കിൽ, അതിൻ്റെ ഉദ്ഘാടനത്തിന് ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും വിളിക്കാതെ ഉദ്ഘാടനം ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹമാണ് ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന് ഞാൻ പറയും. എന്തായാലും എന്താ പറയുക, ഇതിനേക്കാളും രസകരമായൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അവിടെ ഒരാൾ പ്രസംഗിക്കുന്ന, ആരെന്നിരിക്കേണ്ട ഒരാൾ പ്രസംഗിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കാൻ വന്നതിൻ്റെ അന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അടുത്തിരുന്ന ഒരാളിനോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിവിടെ ഒരു സ്റ്റോർ നടത്തുകയാണ്, പലവ്യഞ്ജന കട നടത്തുകയാണ്. ഓ അത് ശരി, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇവിടെ സാധനങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത് ഞാനാണ്. ഓ അത് ശരി, ഗാന്ധി ഭവന് ഈ 1600 പേരെ വച്ച് വിളമ്പാനുള്ള ആഹാര സാധനങ്ങളെല്ലാം ഇഷ്യൂ ചെയ്യുന്ന അദ്ദേഹമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് സംസാരം ഒരു ഘട്ടം എത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, കൃത്യമായിട്ട് കാശൊക്കെ തരുന്നുണ്ടോ എന്ന്. അദ്ദേഹം ഇരുന്ന് ചിരിച്ചു. ഇദ്ദേഹം വീണ്ടും പ്രസ് ചെയ്ത് ചോദിച്ചു. അവസാനം അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, വളരെ കുറച്ച് പൈസ ഇനി തരാനുള്ളൂ, ഒരു 80 ലക്ഷം രൂപ തരാനുണ്ട്, പലവ്യഞ്ജനം വാങ്ങിച്ചതിൻ്റെ 80 ലക്ഷം. പക്ഷേ സോമരാജൻ എന്ന് പറഞ്ഞ മനുഷ്യനെ, ഈ പലവ്യഞ്ജനങ്ങൾ കടം കൊടുക്കുന്ന മനുഷ്യന് വിശ്വാസമാണ്. അപ്പോഴാണ് യൂസഫ് അലി സാർ തറക്കല്ലിടാൻ എന്തോ അവിടെ ചെന്നിട്ട് പോകാൻ നേരത്ത് ചുമ്മാ ഒരു കോടി രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സോമരാജ് സാറിനെ ഏൽപ്പിച്ചു. അദ്ദേഹം അതിൽ നിന്ന് 75 ലക്ഷമോ 50 ലക്ഷമോ എന്തോ അപ്പം തന്നെ കടക്കാരൻ, ഈ പലവ്യഞ്ജനം കൊടുത്ത ആളിന് കടം വീട്ടിയിരുന്നു. കാരണം സോമരാജൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്, യൂസഫ് അലി സാറിനെ പോലെ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് എൻ്റെ സോമൻ ഇത് കെട്ടിപ്പടുത്തത്. സോമനും കുടുംബവും അവരിവിടെ തന്നെ താമസിക്കും. അതേപോലെ തന്നെ ഈ നേരത്തെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഇവിടുത്തെ ഒരു രക്ഷാധികാരിയാണ്, ഒരു രക്ഷാധികാരിമാരിലൊരാളാണ്. പക്ഷേ മുമ്പ് എനിക്ക് ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ എന്നെ എൻ്റെ ഭാര്യയും സോമൻ ക്ഷണിച്ചു. ഞങ്ങളവിടെ വന്നിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇരുന്നപ്പോൾ ഒരു അച്ചായൻ അവിടെ ഇരിക്കുന്നു. അച്ചായൻ്റെ പേരെന്തോന്ന് ഞാൻ എപ്പോഴും മറന്നുപോകും. മാത്യൂസ് അച്ചായൻ അവിടെ ഇരിക്കും. അപ്പോൾ അച്ചായൻ അവിടെ ഞങ്ങൾക്ക് മൂലയിൽ ഒതുങ്ങിയിരിക്കുക. അങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു ഇത്രയും 1000 അന്ന് 1200 പേരേ ഉള്ളൂ. അപ്പോൾ ഇവർ ഭക്ഷണം കൊടുക്കണം, അതിൻ്റെ കുറേ കടങ്ങളുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഈ അച്ചായൻ തൊട്ടടുത്ത് എൻ്റെ അടുത്തിരിക്കുക. അപ്പം മാത്യൂസിനടുത്ത് അച്ചായനോട് ഞാൻ ചോദിച്ചു, അച്ചായൻ എന്താ അച്ചായൻ്റെ പരിപാടി എന്താണ്, അച്ഛൻ എന്താണ് ബിസിനസ്സാണോ? എനിക്കൊരു കടയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് കടയാണ്? അത് പലവ്യഞ്ജന കടയാണ്. അപ്പോൾ ഇവിടുമായിട്ട് എങ്ങനെ ബന്ധം? അത് ഞാനാണ് ഇവിടെ ഈ പലവ്യഞ്ജനങ്ങൾ കൊടുക്കുന്നത്, സപ്ലൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ കാശൊക്കെ കിട്ടാറുണ്ടോ അച്ചായെന്ന് ചോദിച്ചാൽ പറഞ്ഞു, കാശൊക്കെ കിട്ടാറുണ്ട്, പിന്നെ കാശൊക്കെ തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, വല്ല കടം വല്ലതും ഉണ്ടോ? അപ്പോൾ അച്ചായൻ അങ്ങ് ചിരിച്ച്. അപ്പം ഞാനിങ്ങനെ ക്രോസ് ചെയ്യുന്നത് കണ്ടപ്പോൾ സോമനും അമൽരാജും പ്രസന്നയൊക്കെ എന്നെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു, എന്തുവാണ് ഈ ഇദ്ദേഹം അവരുമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എത്ര കടമുണ്ട്, വല്ല എത്ര തരാനുണ്ട്, എത്ര ആയിരം രൂപ തരാനുണ്ട്? വലിയ വലുതായിട്ടൊന്നുമില്ല സാറേ. ഞാൻ പറയും, പറയുമെന്ന് എൻ്റെ അടുത്തൊന്നും പറയാം, രഹസ്യമായിട്ട് പറ, എൻ്റെ ചെവി പറ. അപ്പോൾ പറഞ്ഞു, 26 ലക്ഷം രൂപയുടെ കടമുണ്ട്. 26 ലക്ഷം. ഞാൻ അന്തം വിട്ടുപോയി. അന്നത്തെ 26 ലക്ഷം എത്ര നാളിന് മുമ്പുള്ളതാണ്.
അപ്പോൾ ആ 26 ലക്ഷം പിന്നീട് കഴിഞ്ഞ് പിന്നെ 52 ലക്ഷമായി. 52 ലക്ഷമായപ്പോൾ ഒരു കാരുണ്യവാനായ ഒരാൾ നമ്മുടെ ഇവിടെ അവതരിച്ചു. ആരാണ്? യൂസഫ് അലി. യൂസഫ് അലി അമ്മമാർക്ക് 15 കോടി രൂപ മുടക്കി അവിടെ ഒരു കെട്ടിടം പണിതിട്ടുണ്ട്. ഇപ്പോൾ അച്ഛന്മാർക്ക് 20 കോടി രൂപ മുടക്കി മറ്റൊരു കെട്ടിടം പണിയാൻ പോകുന്നു. ആ യൂസഫ് അലി വന്ന് അദ്ദേഹത്തിൻ്റെ ആ കടം മുഴുവൻ തീർക്കാൻ തയ്യാറായി. പക്ഷേ എന്നിട്ട് ഇപ്പോഴും അച്ഛന് ചില കടങ്ങളുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷെ അതൊക്കെ വിടിപ്പോവും. അപ്പോൾ ഇവിടെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഇവിടെ വന്നവരെല്ലാം ഇവിടെയൊക്കെ നടന്ന് കണ്ടു. ഇവിടെ ഒരു ദുർഗന്ധം പോലുമില്ല. വളരെ മനോഹരമായി അത് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നു, ഈ കുടുംബത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. അവരെ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഈ 1600 പേർക്ക് വേണ്ടി ആഹാരത്തിനായി എൻ്റെ കടയിൽ വന്ന് കടം വാങ്ങുന്നുവെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ മനുഷ്യൻ ആ കടം തീർക്കുമെന്ന് അദ്ദേഹത്തിന് വിശ്വാസമില്ലെങ്കിൽ ആ കടക്കാരൻ കൊടുക്കുമോ? നമ്മൾ 10 ദിവസം കടം വെച്ചാൽ 15 അന്ന് എന്ന് പറയുക ആ 10 ദിവസത്തെ പൈസ കേട്ടോ എന്നിട്ടേ ബാക്കി തരാൻ പറ്റുമെന്ന് പറയുന്ന നാട്ടിൽ 80 ലക്ഷം രൂപയ്ക്കൊക്കെ സോമരാജൻ സാറിന് കടം കൊടുക്കാൻ ആളുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ യൂസഫ് അലി സാർ അടക്കമുള്ള വലിയ ആളുകളുമായുള്ള ബന്ധം കൊണ്ടോ അല്ലെങ്കിൽ 1600 പേരെ ഊട്ടുന്നത് കൊണ്ടോ ഉള്ള വിശ്വാസമായിരിക്കാം. അതുപോലെ തന്നെ ആരാണെന്ന് എനിക്കറിയില്ല, ആരോ പുള്ളിയോട് ചോദിക്കുന്നു, ഞാൻ അങ്ങേ യൂസഫ് അലി ബായ് എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, യൂസഫ് അലി എന്ന് വിളിച്ചോളൂ, യൂസഫ് അലി ബായ് എന്ന് വിളിച്ചോളൂ, നിങ്ങൾ അങ്ങനെയൊക്കെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം അദ്ദേഹത്തിന് സാറേ എന്ന് വിളിക്കുന്ന പുള്ളിക്ക് താല്പര്യമില്ലാന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറയുന്നത് നരേന്ദ്രമോദി എന്നല്ലേ, കേരള മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് പിണറായി വിജയൻ എന്നല്ലേ. അതിനു മുമ്പ് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, BS അച്യുതാനന്ദനെ പോലെ ഇത്രയും വന്ധ്യവയോധികനായ മനുഷ്യനെ അച്യുതാനന്ദൻ എന്നല്ലേ നമ്മളൊക്കെ വിളിക്കുന്നത്. അത് ബഹുമാനം കൊണ്ടാണ്. നിങ്ങൾ തന്നെ യൂസഫ് അലി എന്നോ യൂസഫ് ബായ് എന്നോ വിളിച്ചോളൂ എന്ന് പറയുന്നു. നമസ്കാരം സുബിൻ. സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട് സാറ് പറഞ്ഞതായിട്ട്, അതായത് സാറിന് യൂസഫ് ബായ് എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സാറിനെ ഞാൻ ഒന്ന് യൂസഫ് ബായ് എന്ന് വിളിച്ചോട്ടെ? ഓ, എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, യൂസഫ് അലി എന്ന് വിളിച്ചോ. കാരണം ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഈ പലരും നമ്മൾ പേരാ വിളിക്കുക. ഇപ്പോൾ അച്യുതാനന്ദൻ, VS അച്യുതാനന്ദനെ വിളിക്കുക, പിണറായി വിജയൻ എന്ന് വിളിക്കുക. എന്നെ യൂസഫ് അലി എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. യൂസഫ് ബായ് എന്ന് പറഞ്ഞ സഹോദരനാണ് ഹിന്ദിയിൽ ബായ്. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമാണ്. ആസ് എ ബ്രദർ യു ക്യാൻ കോൾ മീ, നോ പ്രോബ്ലം, ഐ എം വെരി ഹാപ്പി. അതുപോലെ തന്നെ പറയണമെങ്കിൽ ഒരുപാട് പറയണം. പ്രിയദർശൻ്റെ പടം പോലെയാണ്. പുള്ളിയുടെ കൂടെ ഒരു ചെറുക്കൻ ചോദിക്കുന്നു, ഒരു പയ്യൻ ചോദിക്കുന്നു. ചെറുക്കൻ എന്ന് പറയുന്നത് ഞാൻ ആക്ഷേപിക്കുകയല്ല, ഒരു കൊച്ചു പയ്യൻ. അവൻ ചോദിച്ചു, ഒരു സെൽഫി എടുത്തോട്ടെ? എടുത്തോ എന്ന് പറഞ്ഞു. നേരെ അടുത്ത് വന്നിട്ട് മച്ചമ്പീന്ന് വിളിച്ചില്ല എന്നേ ഉള്ളൂ, യൂസഫ് അലി ബായിയുടെ ഷോൾഡറിൽ കൂടെ കൈയിട്ട്, തോളിൽ കൂടെ കൈയിട്ട് ഒന്നിച്ചു 10ാം ക്ലാസ് വരെ പഠിച്ച കൂട്ടുകാർ നിൽക്കുമ്പോൾ തോളിൽ കൈയിട്ടോണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കമാൻഡോയിൽ ഒരാൾ വന്ന് കൈയെടുത്തു, കൈ മാറ്റിച്ചു. ഒരു മടിയുമില്ലാതെ ഈ മനുഷ്യൻ കേൾക്കുകയാണ്. അല്ല, അയാൾ എൻ്റെ തോളിൽ കൈ വെച്ചാൽ എന്താ നഷ്ടം? ആ കൈയെടുത്ത് മാറ്റുന്നതല്ലേ തെറ്റ്, വച്ചോളൂ. അവൻ ഒരു കൂസലും ഇല്ലാതെ ഇടത്തെ കൈ യൂസഫ് അലി ബായിയുടെ തോളിലും വലത്തെ കൈ അവൻ്റെ കൂടെ വന്ന വേറൊരു കൂട്ടുകാരൻ്റെ തോളിലും നിർത്തി അവൻ കൂളായിട്ട് ഫോട്ടോ എടുക്കുന്നത്. ഒന്നും സംഭവിക്കാനില്ല. ഞാൻ ചോദിക്കുന്നത്, അംബാനിയുടെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ചിലപ്പോൾ സെക്യൂരിറ്റിക്കാർ ഗണ്ണ് വെച്ച് അടിച്ചു കളയും. പറ്റുമോ? അദാനി ഇപ്പോൾ വിഴിഞ്ഞത്ത് വരെയാണ്. ഞാൻ ചെന്നിട്ട് അളിയാ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഇതുപോലെ തോളിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കില്ല, കൂടെ നിൽക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ശതകോടീശ്വരൻ, ദൈവം അറിഞ്ഞു കൊടുത്ത ശതകോടീശ്വരൻ തോളി കൈയിട്ടെന്താ പറയുക, അങ്ങനെ തോളി കൈയിട്ട് ഫോട്ടോ എടുത്താൽ മതി. ആര് സമ്മതിക്കും? നിങ്ങൾ ആലോചിക്കൂ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ കോപ്പറേറ്റീവ് ഓഫീസ്, ഈ ഇന്ത്യയിലെ ഓഫീസ് ഫങ്ഷൻ ചെയ്യുന്നത് എറണാകുളത്താണ്. എനിക്കൊരു പുതിയ അറിവായിരുന്നത്. അപ്പോൾ അവിടെ 10ാം നിലയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ്. അപ്പോൾ ഐപ്പ് വള്ളിക്കാടൻ എന്ന് പറഞ്ഞൊരു മിടുക്കനായ, ഇപ്പോൾ യൂട്യൂബ് ചാനൽ നടത്തുന്നതേ ഉള്ളൂ, ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന ആളാണ് ഐപ്പ്. ഒരുപാട് സ്റ്റോറികൾ യൂസഫ് അലി സാറിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഐപ്പിൻ്റെ പ്രസൻറ്റേഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഐപ്പ് ചോദിക്കുകയാണ്, ഇത് 10ാമത്തെ നിലയിലാണല്ലോ അങ്ങയുടെ ഓഫീസ് ഫങ്ഷൻ ചെയ്യുന്നത്, അപ്പോൾ കാറിൽ വന്നിറങ്ങിയാൽ അദ്ദേഹത്തിന് 10ാമത്തെ നിലയിൽ ഇറങ്ങാൻ വേണ്ടി മാത്രം പ്രത്യേകം ലിഫ്റ്റ് വരെ ഉണ്ട്. അപ്പോൾ ആ കെട്ടറ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനിതിലിടാൻ നോക്കാം ആ വിഷ്വൽ. ചിലപ്പോൾ അതിൻ്റെ റൈറ്റ് ഐപ്പിനായതുകൊണ്ട് ഇതിൻ്റെ പൈസ ചിലപ്പോൾ ഐപ്പിന് പോകുമായിരിക്കും, എന്നാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. അപ്പോൾ ഐപ്പ് ചോദിക്കുകയാണ്,
10ാമത്തെ നില തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഒരു നമ്പറിലും വിശ്വാസമില്ല. ഈ കയ്യിലൊക്കെ കല്ലുകളൊക്കെ വാങ്ങിച്ചിടുമല്ലോ ചിലർ, ആ കല്ലുകളിലും എനിക്ക് വിശ്വാസമില്ല. എനിക്കാകെ ഒരാളേ വിശ്വാസമുള്ളൂ, അത് ദൈവത്തിനെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിലെ ബിസിനസ് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്ന ഐപ്പിനോട് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ബിസിനസ്സുകളിൽ 2.1% മാത്രമേ ഉള്ളൂ എന്താ പറയുക ഇന്ത്യയിൽ ബിസിനസ് നടക്കുന്നത്. ബാക്കി 98% ബിസിനസ് നടക്കുന്നത് വിദേശത്താണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹം എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നവർ ഓടി വന്ന് കാലിൽ തൊഴാൻ പോകുമ്പോൾ അത് പറയും, തൊഴരുത്, എന്നെ എന്നല്ല ഒരാളിൻ്റെ കാലിലും തൊഴരുത്, നിങ്ങൾ ഒരൊറ്റ ആളിനെ കാലിൽ തൊഴാവൂ, അത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ദൈവത്തോടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ യൂസഫ് അലി സാർ വന്നപ്പോൾ, അത് സോമരാജ് സാറിൻ്റെ ചോദിക്കുന്നതിൻ്റെ മോശമല്ലേ, ഇപ്പോൾ വന്നപ്പോഴും ഗാന്ധി ഭവന് 1 കോടി രൂപ കൊടുത്തിട്ട് പോയി അവിടുത്തെ അമ്മമാർക്ക് ഭക്ഷണവും മരുന്നൊക്കെ വാങ്ങാൻ ചിലവാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ടാണെന്ന് 20 കോടി രൂപയുടെ തറക്കല്ലിട്ടിട്ട് പോയത്. വേണമെങ്കിൽ ഓരോ മാസം വേണമെങ്കിൽ ഓരോ എപ്പിസോഡ് യൂസഫ് അലി സാറിനെ കുറിച്ച് ചെയ്യാം. അത്രയ്ക്ക് സംഭവ ബഹുലമാണ് ആ മനുഷ്യൻ്റെ ജീവിതം. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പേഴ്സണൽ സ്റ്റാഫിലെ ഏറ്റവും അടുപ്പമുള്ള നന്ദൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് നല്ല ഹൃദയബന്ധമുണ്ട് എനിക്ക്. ഞാനൊരു കാലത്ത് തുടർച്ചയായിട്ട് പാട്ടൊക്കെ അയക്കുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും, ഞങ്ങൾ നേരി കാണാറുണ്ട്. ഞാൻ പറയുന്നത് യൂസഫ് അലി എന്ന് പറഞ്ഞ ആ പുണ്യാത്മാവ് കേരളത്തിൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറയും. കാരണം അശരൻ്റെതായ വേറെ എല്ലാം ഞാൻ വിടുന്നു, കൃത്രിമ കാല് വെച്ച് കൊടുത്തതോ വീട് വാങ്ങിച്ചു കൊടുത്തതോ തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്തതോ ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തതോ ഒന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന 10-50,000 തൊഴിലാളികൾക്ക് ജോലി കൊടുത്തതും ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ദൈവപുത്രനായി കാണുന്നു. അശരണരായ 1600 പല ജാതിയിലും മതത്തിലും എന്താ പറയുക പ്രായത്തിലുമൊക്കെയുള്ള 1600 പേർ തിങ്ങിപ്പാർക്കുന്ന ഗാന്ധി ഭവന് വേണ്ടി അദ്ദേഹം കൈയയച്ച് സഹായിക്കുന്നത് കാണുമ്പോൾ ഈ വലിയ മനുഷ്യനെ കേരളത്തിന് പ്രദാനം ചെയ്ത ദൈവത്തോട്, ഞാൻ കണ്ടിട്ടില്ല ദൈവത്തിനെ, എനിക്ക് വിശ്വാസവുമില്ല ദൈവത്തിനെ, പക്ഷേ ആ ഞാൻ കണ്ടിട്ടില്ലാത്ത വിശ്വാസമില്ലാത്ത ദൈവത്തോട് ഞാൻ പറയുന്നു, ഈ കരുണാസാഗരത്തെ ഒരുപാട് കാലം ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായി കേരളത്തിൻ്റെ പ്രിയപുത്രനായി വളർത്തണേ എന്ന് മാത്രമേ ഞാൻ പറയൂ. ഞാൻ മുമ്പൊരിക്കൽ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലുലുവിലൊരു പ്രോഗ്രാമിന് പോയി ചെന്നിരുന്നപ്പോൾ ആഡിറ്റോറിയത്തിൽ നിന്ന് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ആകാശം കാണാം. മുകളിൽ ട്രാൻസ്പെറൻ്റ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ലുലുവിൻ്റെ മുകളിൽ ആകാശം ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് കഴുത്ത് വേദന എടുത്തിട്ട് പോലും ഞാൻ ലുക്ക് മാറ്റിയില്ല, ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് പ്രസംഗിക്കാനുള്ള ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ കണ്ട ആകാശത്തിന് മുകളിലേക്ക് ലുലു വളരട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം യൂസഫ് അലി സാർ വളർന്നാൽ, ലുലു വളർന്നാൽ അത് കേരളത്തിൻ്റെ വളർച്ചയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഉയർച്ചയും വളർച്ചയും ഉണ്ടാകട്ടെ. യൂസഫ് അലി സാറിന് ആയുസ്സും ആരോഗ്യവും ദൈവം അറിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്തായാലും PVR എന്ന് പറയുന്ന ഒരു ഉത്തരേന്ത്യൻ ഗോസ്വാമിയുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ ഒരു ഫോൺ കോൾ കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ച യൂസഫ് അലി സാറിന് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട്, ഒരു നല്ല സല്യൂട്ട് നൽകിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.